ഹായ് ഓൾ. നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മൾ ഇനി ഫേസ് റൂളിൽ തന്നെ നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് വൺ കോമ്പണന്റ് സിസ്റ്റത്തില് വാട്ടർ സിസ്റ്റത്തിന്റെ ഡയഗ്രം ആണ് പഠിച്ചത് അല്ലേ. അപ്പൊ നമുക്ക് ഇനി വൺ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ കുറച്ച് പോർഷൻസും ടു കോമ്പണന്റ് സിസ്റ്റത്തിന്റെ കുറച്ച് ഡയഗ്രാംസും ഒക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഫേസ് ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുള്ളത് എന്താണ്? നമ്മളിപ്പോ തെർമോഡൈനാമിക്സ് മുന്നേ പഠിച്ചത് എന്താണ്? കുറെ ഇക്വേഷൻസ് ആണ് പഠിച്ചത് അല്ലെ, എന്തോ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് ഇക്വിലിബ്രിയത്തിൽ അങ്ങനെ അല്ല പഠിക്കാനുള്ളത്. ഓക്കെ, തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് പോലെ കുറെ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസ് അല്ല ഫേസ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വരിക. എങ്ങനെയാ വരിക? ഒരു ഡയഗ്രാം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒരു ഡയഗ്രാം, ഒരു ഫേസ് ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ സിസ്റ്റം പഠിച്ചതുപോലെ നമുക്ക് ഇനിയും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ് ഡയഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമുക്കത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാപെറോൺ ഇക്വേഷനും ക്ലോഷ്യസ് ക്ലാപെറോൺ ഇക്വേഷനും ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഫേസ് ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഒരു പോർഷൻ അല്ല ശരിക്കും എന്താണ് ഈ ക്ലോഷ്യസ് ക്ലാപെറോൺ ഇക്വേഷനും ക്ലാപെറോൺ ഇക്വേഷനും എന്ന് പറയുന്നത് നമ്മൾ തെർമോഡൈനാമിക്സിൽ വരുന്നതാണ്. അതൊരു PG ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തെർമോഡൈനാമിക്സിനകത്ത് നിങ്ങളുടെ ജാമിന്റെ സിലബസിനകത്ത് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് തെർമോഡൈനാമിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഇത് പഠിപ്പിക്കാതിരുന്നത്. ഓക്കെ, അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് തെർമോഡൈനാമിക്സിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഫേസ് ഇക്വിലിബ്രിയത്തിന്റെ ഡയഗ്രാം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ക്ലാപെറോൺ ഇക്വേഷൻ. ഓക്കെ, ക്ലാപെറോൺ ഇക്വേഷൻ. അപ്പോ നമുക്ക് ക്ലാപെറോൺ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ കുറച്ചൊരു ഡെറിവേഷൻസ് ബേസിൽ കുറച്ച് പറയാനുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഈ ക്ലാപെറോൺ ഇക്വേഷൻസിന്റെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഡയഗ്രാം അനലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ക്ലാപെറോൺ ഇക്വേഷന്റെ ഡെറിവേഷൻ ഒന്നും ഡ്രൈവ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സോ എന്താണ് ആ ഒരു ഇക്വേഷൻ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് അത് നോട്ട് ചെയ്താൽ മതി, അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, സോ ക്ലാപെറോൺ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് dp/dt ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ vm. ഇതാണ് ഫസ്റ്റ് ക്ലാപെറോൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലാപെറോൺ ഇക്വേഷൻ എന്നത് ഈ ബേസിൽ നമുക്ക് എഴുതാൻ പറ്റും. dp/dt എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ vm. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച്, ഡെൽറ്റ vm എന്ന് പറഞ്ഞാൽ എന്താണ്? v എന്ന് പറഞ്ഞാൽ വോളിയം ആണ് അല്ലെ. ഇപ്പൊ vm എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മോളാർ വോളിയം ആണ്. അപ്പൊ മോളാർ വോളിയത്തിലുള്ള ചേഞ്ച്, അതാണ് എന്ത്? ഡെൽറ്റ vm എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, dp/dt ഈക്വൽ ടു നമ്മൾ ഡെൽറ്റ എച്ചിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് ബൈ ടി ഡെൽറ്റ vm. ഓക്കെ, ഡെൽറ്റ എച്ച് ബൈ ടി ഡെൽറ്റ vm എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി നമുക്ക് കിട്ടും. നമുക്ക് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടുക. ഇതിനെ രണ്ടിനും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാപെറോൺ ഇക്വേഷൻ. ഒന്നുകിൽ അത് ഡെൽറ്റ എസിന്റെ ടേംസിൽ പറയാം, അപ്പോൾ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ vm എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഡെൽറ്റ എച്ചിന്റെ ടേംസിലാണ് പറയുന്നത് എങ്കിൽ ഡെൽറ്റ എച്ച് ബൈ ടി ഡെൽറ്റ vm എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ്? ക്ലാപെറോൺ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ കേസ് പറയാനുണ്ട്. സ്പെഷ്യൽ കേസ് ഓഫ് ദിസ് ക്ലാപെറോൺ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ ക്ലാപെറോൺ ഇക്വേഷന്റെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് വേപ്പേഴ്സിന്റെ കേസിലും വേപ്പറൈസേഷന്റെ കേസിലാണ് പറയാനുള്ളത്. വേപ്പറൈസേഷന്റെ കേസിലും അതുപോലെ സബ്ലിമേഷന്റെ കേസിലുമാണ് നമുക്കിത് പറയാനുള്ളത്. സബ്ലിമേഷൻ, ഈ രണ്ട് കേസിലാണ് നമുക്കിനി പറയാനുള്ളത് ഈ ക്ലാപെറോൺ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ. ഓക്കെ, വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ചേഞ്ച് ചെയ്തിട്ട് വേപ്പറായി മാറുന്നു അല്ലെ. ലിക്വിഡ് ചേഞ്ച് ചെയ്ത് വേപ്പറായിട്ട് മാറുന്നു. അപ്പൊ വേപ്പറൈസേഷന്റെ കേസിൽ നമ്മള് വോളിയം നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യണം. ഇതെന്താണ്? ഐഡിയൽ കേസാണ്, ഐഡിയൽ ഗ്യാസിന്റെ കേസാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് കൺസിഡർ ഈ വേപ്പേഴ്സ് ആർ എന്താണ്? ഐഡിയൽ ആണ്. ഈ വേപ്പേഴ്സ് ഐഡിയൽ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ആണ് ഈ വേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലിക്വിഡ് ടു വേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ vm, നമ്മുടെ ഡെൽറ്റ vm എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പം ഡെൽറ്റ vm ഉണ്ടല്ലോ. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഓഫ് വേപ്പർ മൈനസ് വോളിയം ഓഫ് ലിക്വിഡ് അല്ലെ. അതായത് ഇതിന്റെ വോളിയത്തിൽ നിന്ന് ഇതിന്റെ വോളിയം ഉള്ള ചേഞ്ച് ആണ് എന്ത്? ഡെൽറ്റ vm എന്ന് പറയുന്നത്. അപ്പൊ
വേപ്പറിന്റെ വോളിയം മൈനസ് ലിക്വിഡിന്റെ വോളിയം ആണ് ഈ ഇവിടുത്തെ വേപ്പറൈസേഷനിൽ വരുന്ന മോളാർ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊരു ഐഡിയൽ കേസായി കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വേപ്പേഴ്സിന്റെ വോളിയം എന്താണ്, മച്ച് ഗ്രേറ്റർ ദാൻ ലിക്വിഡിന്റെ വോളിയം ആണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് നമുക്കറിയാം വേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു വോളിയത്തിലാണ്, ലിക്വിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഓർഡേഡ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ വോളിയം കുറവാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി എൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നെഗ്ലക്ട് വി എൽ, സോ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും ഈ വി എൽ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡിന്റെ വോളിയത്തിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, കാരണം വേപ്പറിന്റെ വോളിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിക്വിഡിന്റെ വോളിയം വളരെ വളരെ ചെറുതാണ്. അപ്പോ വേപ്പറിന്റെ വോളിയം ഗ്രേറ്റർ ആണെന്ന് മനസ്സിലായി നമുക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് കിട്ടി, ഡെൽറ്റ വി എം ഈക്വൽ ടു എന്താണ്, വോളിയം ഓഫ് വേപ്പർ ആണ് അല്ലെ. അതായത് ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലക്ട് ചെയ്തപ്പോ വോളിയം ഓഫ് വേപ്പർ മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പോ. അപ്പോ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേപ്പറിനെ നമ്മൾ ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേപ്പേഴ്സ് ആർ ഐഡിയൽ എന്ന് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഐഡിയൽ ആണെങ്കിൽ എന്താണ്, ഐഡിയൽ ഗ്യാസ് ഈക്വൽ ടു വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് നമുക്ക് എഴുതാം. അതായത് വേപ്പറിന്റെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു വോളിയം ഓഫ് ദിസ് ഐഡിയൽ ഗ്യാസ്. ഈ വി ജി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അപ്പോ ഈ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽ ഗ്യാസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഇവിടെ നമുക്കിനി പറയാനുള്ളത്, വോളിയം ഐഡിയൽ ഗ്യാസ് ആയ സ്ഥിതിക്ക് ഇതിന്റെ ബാക്കി ഞാൻ ഇനി ഇങ്ങോട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, വോളിയം ഐഡിയൽ ഗ്യാസ് ആയ സ്ഥിതിക്ക് നമുക്ക് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നൊരു ഇക്വേഷൻ അറിയാം. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ അതിൽ വി ഈക്വൽ ടു എന്താണ്, എൻ ആർ ടി ബൈ പി ആണ് അല്ലെ. വി ഈക്വൽ ടു എൻ ആർ ടി ബൈ പി ആണ്. ഓക്കെ, സോ നമുക്ക് ഡെൽറ്റ വി എം ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ വി എം ഈക്വൽ ടു, അതായത് ഇവിടുത്തെ വോളിയം, വേപ്പറിന്റെ വോളിയം എന്ന് പറയുന്നത് ഐഡിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ വി എമ്മിന് എന്ത് എഴുതാം, എൻ ആർ ടി ബൈ പി എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ എങ്ങനെയാണ് എഴുതിയത് നമ്മള്? അതായത് ലിക്വിഡ് ടു വേപ്പർ, വേപ്പറൈസേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വേപ്പറൈസേഷന്റെ കേസില് ഐഡിയൽ ആണ് വേപ്പേഴ്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് വേപ്പേഴ്സ് ഐഡിയൽ ആണ്, ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഡെൽറ്റ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് വേപ്പർ മൈനസ് വോളിയം ഓഫ് ലിക്വിഡ് ആണ് അല്ലെ. വേപ്പറിന്റെ വോളിയത്തിൽ നിന്ന് ലിക്വിഡിന്റെ വോളിയത്തിലുള്ള ചേഞ്ച് ആണ് ഡെൽറ്റ വി എം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലിക്വിഡിന്റെ വോളിയത്തിനെ നെഗ്ലക്ട് ചെയ്യാൻ കാരണം വളരെ ചെറുതാണ്. അതുകൊണ്ട് ഡെൽറ്റ വി എം ഈക്വൽ ടു എന്താണ്, വേപ്പറിന്റെ വോളിയം. ഈ വേപ്പറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഐഡിയൽ ഗ്യാസിന്റെ വോളിയം ആണ്. അതായത് നമ്മൾ ഇതിനെ ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്തു അല്ലെ. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. അതുകൊണ്ട് തന്നെ വി ഈക്വൽ ടു എൻ ആർ ടി ബൈ പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും റീഅറേഞ്ച് ചെയ്തിട്ട്. സോ നമുക്ക് ഈ വിക്ക് പകരം ഡെൽറ്റ വി എം ഈക്വൽ ടു ഈ വോളിയം ഓഫ് വേപ്പറിന് പകരം എൻ ആർ ടി ബൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്, ഡെൽറ്റ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആർ ടി ബൈ പി ആണ് എന്ന് നമുക്ക് കിട്ടും. സോ നമ്മള് ഇപ്പൊ ഫസ്റ്റ് സ്പെഷ്യൽ കേസ് ആണ് പറഞ്ഞത്. സെക്കൻഡ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്. ഓക്കെ, സബ്ലിമേഷൻ എന്ന് പറയുമ്പോ എന്താണ്, സബ്ലിമേഷൻ എന്ന് പറയുമ്പോ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറും, വേപ്പേഴ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. സോളിഡിന് ഡയറക്റ്റ് വേപ്പേഴ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നേരത്തെ ചെയ്ത പോലെ ഡെൽറ്റ വി എം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, വോളിയം ഓഫ് വേപ്പർ മൈനസ് വോളിയം ഓഫ് സോളിഡ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് വോളിയം ഓഫ് വേപ്പർ വെരി വെരി ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പൊ വോളിയം ഓഫ് സോളിഡ് നെഗ്ലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ വി എം എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു വോളിയം ഓഫ് വേപ്പർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, സോ വോളിയം ഓഫ് വേപ്പർ ഈക്വൽ ടു വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ. അതുകൊണ്ട് വി ഈക്വൽ ടു എൻ ആർ ടി ബൈ പി എന്ന് എഴുതാം. സോ ഡെൽറ്റ വി എം ഈക്വൽ ടു വി ആണ് അല്ലെ. അപ്പൊ ഡെൽറ്റ വി എം എന്താണ്, മോളാർ വോളിയം എന്ന് പറയുന്നത് എന്താണ്, എൻ ആർ ടി ബൈ പി ആണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെന്താണ്, നേരത്തെ വേപ്പറൈസേഷനും ഇപ്പൊ സബ്ലിമേഷനും ചെയ്തപ്പോ നമുക്ക് ഡെൽറ്റ വി എമ്മിന് എൻ ആർ ടി ബൈ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലെ. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ സ്പെഷ്യൽ കേസിൽ പറഞ്ഞപ്പോ നമുക്കൊരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ്, ഡെൽറ്റ വി എം എന്ന് പറയുന്നത് എൻ ആർ ടി ബൈ പി നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് മനസ്സിലായി അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി പി ബൈ ഡി ടി എന്ന ഈ ഇക്വേഷൻ ഇല്ലേ, നമുക്ക് ആ ഒരു ഇക്വേഷൻ എടുക്കാം. ഇത് മാറ്റിട്ട്
ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി dp/dt ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ എച്ച് ബൈ ടി ഡെൽറ്റ വി എം ആണ് എന്ന് മനസ്സിലായി. സോ ഡെൽറ്റ എച്ച് ബൈ ടി ഡെൽറ്റ വി എമ്മിന് പകരം നമുക്ക് എന്ത് എഴുതാം, nRT/P നമ്മളിപ്പോ സ്പെഷ്യൽ കേസിൽ കണ്ടുപിടിച്ചല്ലേ. അപ്പൊ nRT/P എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇത് എന്ത് കിട്ടും, ഡെൽറ്റ എച്ച് ഇൻറ്റു പി ബൈ ആർ ടി സ്ക്വയർ എന്ന് കിട്ടും, dp/dt അല്ലെ. ഡെൽറ്റ എച്ച് ഇൻറ്റു പി ബൈ ആർ ടി സ്ക്വയർ ഫോർ n ഈക്വൽ ടു 1. n 1 ആണെങ്കിൽ, ഓക്കെ, n 1 മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, dp/dt എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് പി ബൈ ആർ ടി സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് ഡെൽറ്റ dp/dt എന്നുള്ളത് എന്ത് കിട്ടിയിട്ടുണ്ട്, ഡെൽറ്റ എച്ച് ഇൻറ്റു പി ബൈ ആർ ടി സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് dp, ഈ പീനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ സെയിം ആയിട്ടുള്ള പ്രഷറിൽ ഈ പ്രഷറിന്റെ ടേംസ് ഇപ്പുറത്തേക്കും ടെമ്പറേച്ചറിന്റെ ടേംസ് ഒക്കെ ഇപ്പുറത്തേക്കുമാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഡെൽറ്റ എച്ചും ആറും എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ dt 1/t സ്ക്വയർ ഇൻറ്റു dt. മനസ്സിലായില്ലേ ഇതെങ്ങനെ ചെയ്തതെന്ന്? പ്രഷറിന്റെ ടേം ഇങ്ങോട്ട് എടുത്തിട്ട് ടെമ്പറേച്ചറിന്റെ dt അങ്ങോട്ട് എടുത്തു. ഓക്കെ, ഡെൽറ്റ എച്ച് ബൈ ആർ കോൺസ്റ്റന്റ് ആയിട്ടാണ് പുറത്തേക്ക് എടുത്തത്. ഇനി പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. dp/p എന്ന് പറയുന്നത് ഇത് P1 to P2 ആണ്, ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇനീഷ്യൽ പ്രഷർ P1, ഫൈനൽ പ്രഷർ P2, ഇനീഷ്യൽ ടെമ്പറേച്ചർ T1, ഫൈനൽ ടെമ്പറേച്ചർ T2. ഓക്കെ അല്ലേ. സോ dp/p ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, നാച്ചുറൽ ലോഗ് p കിട്ടും അല്ലെ. ലിമിറ്റ് P1 to P2 which is equal to ഡെൽറ്റ എച്ച് ബൈ ആർ ഇൻറ്റു 1/t സ്ക്വയർ dt നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, -1/t എന്ന് കിട്ടും അല്ലെ. ലിമിറ്റ് T1 to T2. ഇനി എന്ത് ചെയ്യാം, ln P2/P1 നമുക്ക് ln P2/P1 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാലോ. നെക്സ്റ്റ് ഡെൽറ്റ ഈ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഡെൽറ്റ എച്ച് ബൈ ആർ മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ ഈക്വൽ ടു 1/T2 മൈനസ് 1/T1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ 1/T2 മൈനസ് 1/T1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് എന്ത്, നമ്മുടെ ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഏതാണ്, ഇതാണ്. ഓക്കെ, സോ നാച്ചുറൽ ലോഗ് P2/P1 ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ ഇൻറ്റു 1/T2 മൈനസ് 1/T1. ഇതാണ് എന്ത്, ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻ. സോ നമുക്ക് ഈ ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നും അറിയണമെന്നില്ല, നമുക്ക് ഫൈനൽ ഇക്വേഷൻ മതി. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലംസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് മാത്രമായിട്ട് ഒന്ന് എഴുതി വെക്കാം. അതായത് നമുക്ക് അത് മാത്രമേ വേണ്ടൂ. ജസ്റ്റ് പിന്നെ പറയുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ എങ്ങനെ കിട്ടുന്നുള്ളത്. ഓക്കെ, അതായത് ക്ലാപ്പിറോൺ ഇക്വേഷനിൽ നമ്മൾ ഈ സ്പെഷ്യൽ കേസ് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻ കിട്ടിയത്. സോ എന്തായിരുന്നു ക്ലാപ്പിറോൺ ഇക്വേഷൻ, dp/dt ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എം, അല്ലെങ്കിൽ dp/dt ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി ഡെൽറ്റ വി എം. ഓക്കെ, ഈ രണ്ട് കേസിനെ നമ്മൾ എന്ത് വിളിക്കും, ക്ലാപ്പിറോൺ ഇക്വേഷൻ എന്ന് വിളിക്കും. ക്ലാപ്പിറോൺ ഇക്വേഷൻ എന്ന് വിളിക്കും. ഈ കേസിനെ നമ്മൾ എന്ത് വിളിക്കും, ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻ എന്ന് വിളിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഈ ഡയഗ്രം ഇന്റർപ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫേസ് ഡയഗ്രാം ഫോർ വൺ കോമ്പണന്റ് സിസ്റ്റം അതർ ദാൻ വാട്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വൺ കോമ്പണന്റ് സിസ്റ്റത്തിൽ വാട്ടർ സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രം ആണ്. അപ്പൊ വാട്ടർ സിസ്റ്റത്തിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫേസ് ഡയഗ്രം ആണ്. ബാക്കിയുള്ള വൺ കോമ്പണന്റ് സിസ്റ്റത്തിനൊക്കെ വേറൊരു ഫേസ് ഡയഗ്രം ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്, വൺ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രം ആണ് അതർ ദാൻ വാട്ടറിന്റെ കേട്ടോ. വൺ കോമ്പണന്റ് സിസ്റ്റത്തില് വാട്ടറിന്റെ അല്ലാത്ത ബാക്കിയുള്ളതിന്റെ ഫേസ് ഡയഗ്രം എങ്ങനെയാ വരുവാന്ന് വെച്ചാല് അതാണ് ഇപ്പൊ വരയ്ക്കാൻ പോകുന്നത്, അതർ ദാൻ വാട്ടർ. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം വാട്ടറിന്റെ പഠിച്ചില്ലേ, വാട്ടറിന്റെ പഠിച്ച അതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ച പോലെ പ്രഷർ ഉണ്ട്, y ആക്സിസിൽ ടെമ്പറേച്ചർ ഉണ്ട്, x ആക്സിസിൽ. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കർവ് എന്താണ്,
ഒരു സബ്ലിമേഷൻ കർവും ഒരു വേപ്പറൈസേഷൻ കർവും ഉണ്ടായിരുന്നു അല്ലെ. ഈ രണ്ട് കർവ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഒ എ ബി എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഒരു കർവ് വേണം. നമ്മൾ വാട്ടർ സിസ്റ്റത്തിന്റെ കേസിൽ പഠിച്ച കർവ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് സ്ലോപ്പ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു കർവിന് നെഗറ്റീവ് സ്ലോപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാട്ടറിന്റെ അല്ലാത്ത ബാക്കിയുള്ള സിസ്റ്റത്തിന്റെ കേസിൽ ചെറിയൊരു വ്യത്യാസമുള്ള ഗ്രാഫിൽ എന്താണ് സ്ലോപ്പ് ഇങ്ങനെ പോകും. ഓക്കെ, സ്ലോപ്പ് ഒന്ന് പോസിറ്റീവ് ആയിട്ട് പോകും. ജസ്റ്റ് ഫിഗർ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വൺ കോമ്പണന്റ് സിസ്റ്റം അതാണ് വാട്ടറിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് ഡയഗ്രാം വൃത്തിയുള്ളത് വരും. ഓക്കെ, സോ ഇത് സി എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ഇവിടെ സോളിഡ് ആണ്, ഇവിടെ ലിക്വിഡ് ആണ്, ഇവിടെ എന്താണ് വേപ്പേഴ്സ് ആണ്, ഗ്യാസസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇത് ട്രിപ്പിൾ പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് ഒ എന്ന പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് ആണ്. ഇവിടുന്ന് താഴോട്ട് വരച്ചാൽ ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ ആണ് കിട്ടുക. ഓക്കെ, സോ നമുക്കറിയാവുന്ന കാര്യം സോളിഡ് ലിക്വിഡ് ഗ്യാസ്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് സോളിഡിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിന്ന് സോളിഡിലേക്കും പോകും. അതായത് ഈ ഒ സി എന്ന കർവ് എന്താണ്? ഈ സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു സോളിഡ് ആവുന്ന കർവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫ്യൂഷൻ കർവ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ കർവ് എന്ന് പറയുന്നത് ഫ്യൂഷൻ കർവ് ആണ്. ഇപ്പൊ ഇവിടുന്ന് ലിക്വിഡ് ടു വേപ്പർ ആവുന്ന കർവ് വേപ്പറൈസേഷൻ കർവ് ആണ് ഒ ബി എന്ന് പറയുന്നത്. എ ഒ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ടു ഗ്യാസ്, ഡയറക്റ്റ് സോളിഡ് ടു ഗ്യാസ് ആവുന്നത് ഏത് കർവാണ്? സബ്ലിമേഷൻ കർവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതെന്താണ്? ഒ എ സബ്ലിമേഷൻ കർവ്, സി എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂഷൻ കർവ്, ഒ ബി എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ കർവ് ആണ്. പോയിന്റ് ഒ എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് ആണ്. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എങ്ങനെയാ ഇപ്പോ ഇതിനകത്തുള്ള എത്ര കോമ്പണൻസ് ഉണ്ട് നമുക്കറിയാം. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫേസ് എത്ര കാണാന്നുള്ളത്. അപ്പൊ ഓരോന്നിനും നമുക്ക് പറയാം, ഓരോ വൺ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ എടുത്തെടുത്ത് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതാണ് വൺ കോമ്പണന്റ് സിസ്റ്റം വാട്ടർ അല്ലാത്തതിന്റെ കേസിൽ വരിക. ഈ ഒറ്റ ഡിഫറൻസ് പറയാനാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്താണ്? ഒ സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കർവാണ് അല്ലെ. അതായത് ഇപ്പം എ ഒയും അതുപോലെ ഒ ബിയും ഇത് രണ്ടും പോസിറ്റീവ് കർവാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ ഒരു കർവിന്റെ വാട്ടറിന്റെ കേസിൽ ഈ ഒരു കർവ് ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു കർവ് ഇങ്ങനെയാ പോകുന്നത്, അതായത് പോസിറ്റീവ് കർവാണ്. ഈ ഒ സി എന്ന് പറയുന്ന കർവും പോസിറ്റീവ് കർവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഡി പി ബൈ ഡി ടി. ഇപ്പൊ ഇവിടെ എഴുതാം. ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എം ആണ് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ എന്ത് പഠിച്ചത്? ഈ ക്ലാപ്പിറോൺ ഇക്വേഷൻ പഠിച്ചത്. ഓക്കെ, ഇത് ക്ലാപ്പിറോൺ ഇക്വേഷൻ ആണ്. സോ എന്തിനാണ് ക്ലാപ്പിറോൺ ഇക്വേഷൻ പഠിച്ചത് ഇപ്പൊ മനസ്സിലാവും. നമ്മളിപ്പോ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എം ആണ് നമ്മൾ പഠിച്ചു. സോ നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് വൈ ആക്സിസ് ബൈ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ആക്സിസ് അല്ലെ. ഡിഫറൻഷ്യൽ ഓഫ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി പി. ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ടി. അപ്പൊ ഇതാണ് ഇത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. നമ്മുടെ ക്ലാപ്പിറോൺ ഇക്വേഷനിൽ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കേസിലായിട്ട് നമ്മൾ പറയുന്നത്? ഒ സി എന്ന കർവിന്റെ കേസാണ് നമ്മൾ പറയുന്നത് കേട്ടാ. ഒ സി എന്ന കർവാണ് ഇപ്പൊ നമുക്ക് പോസിറ്റീവ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത് രണ്ടും പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒ സി എന്ന കർവ് വാട്ടറിന്റെ കേസിൽ നെഗറ്റീവ് ആയിരുന്നു. ഇതിന്റെ കേസിൽ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഒ സി എന്ന കർവാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഒ സി എന്ന കർവിനകത്ത് ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എം ആണ്. അതായത് സ്ലോപ്പ് ആണ് ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത്. സോ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, എസ് എന്ന് പറയുന്നത് എൻട്രോപ്പി ആണ്. അപ്പൊ സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ ആണ് ഇവിടെ നടത്തുന്നത്. ഒ സി എന്നൊരു കർവ് നോക്കുക. ഈ ഒ സി എന്നൊരു കർവില് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കുള്ള ഒരു കൺവേർഷൻ ആണ് നടക്കുന്നത് അല്ലെ. നമുക്കറിയാം ആ ഒരു കർവ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുമ്പോൾ എൻട്രോപ്പി ഓഫ് ലിക്വിഡ് മൈനസ് എൻട്രോപ്പി ഓഫ് സോളിഡ് ആണ് എന്ത്? ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ. അതായത് ലിക്വിഡിന്റെ എൻട്രോപ്പിയിലുള്ള ചേഞ്ചും സോളിഡിന്റെ എൻട്രോപ്പിയിലുള്ള ചേഞ്ചും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എൻട്രോപ്പി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഗ്രേറ്റർ ദാൻ എൻട്രോപ്പി ഓഫ് സോളിഡ് ആണ് അല്ലെ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോർഡർനെസ് ആണ് അല്ലെ. ഡിസോർഡർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡിസോർഡർ ആയിട്ട് നിൽക്കാനുള്ള ടെൻഡൻസി ലിക്വിഡിനാണോ കൂടുതൽ ഉണ്ടാവുക സോളിഡിനാണോ കൂടുതൽ ഉണ്ടാവുക? എന്തായാലും ലിക്വിഡിനാണ് എൻട്രോപ്പി അപ്പൊ കൂടുതൽ ഉണ്ടാവുക അല്ലെ. ഡിസോർഡർനെസ് കൂടുതൽ ഉണ്ടാവുക ലിക്വിഡിനാണ്. അപ്പൊ
എൻട്രോപ്പി ഓഫ് ലിക്വിഡ് വെരി വെരി ഗ്രേറ്റർ ദാൻ എൻട്രോപ്പി ഓഫ് സോളിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഉണ്ട്, ഡെൽറ്റ എസ് ഓൾവേസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലെ. എസ് എൽ വലുതും എസ് എസ് ചെറുതും, ലിക്വിഡിന്റെ എൻട്രോപ്പി വലുതും സോളിഡിന്റെ എൻട്രോപ്പി ചെറുതുമാണ്. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂയെ കിട്ടുള്ളൂ. ഇനി നമ്മള് ഡെൽറ്റ വി എം, ഇപ്പൊ മുകളിലുള്ള ന്യൂമറേറ്റർ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഇനി ഡെൽറ്റ വി എം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്ക്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് ലിക്വിഡ് മൈനസ് വോളിയം ഓഫ് സോളിഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ലിക്വിഡിന്റെ വോളിയം വെരി വെരി ഗ്രേറ്റർ ദാൻ സോളിഡിന്റെ വോളിയം ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് എന്താണ്, ഡെൽറ്റ വി എമ്മും എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഡെൽറ്റ വി എമ്മും പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. കാരണം ന്യൂമറേറ്ററിലുള്ള ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, അതുപോലെ ഡിനോമിനേറ്ററിലുള്ള ഡെൽറ്റ വി എമ്മും പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡി പി ബൈ ഡി ടി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് കിട്ടി. അതായത് ഒ സി കർവിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫിനകത്ത് നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ളൂ. എന്താണ്, ഈ ഒരു വാട്ടറിന്റെതല്ലാത്ത വൺ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ കേസില് എന്താണ്, ഒ സി എന്ന കർവ് നമുക്ക് എന്താണ്, പോസിറ്റീവ് കർവാണ് കാണിക്കുന്നത്. അതായത് ഇങ്ങോട്ട് ചേർന്നിട്ടാണ്, അതായത് നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് എവേ ആയിട്ടാണുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് എവേ ആയിട്ടാണുള്ളത്. പക്ഷെ വാട്ടർ സിസ്റ്റത്തിന്റെ ഡയഗ്രാം ഒന്ന് വരച്ചതൊന്ന് നോക്കി നോക്ക്, ഇങ്ങനെയല്ലേ, വൈ ആക്സിസിനോട് അടുത്തിട്ടാണല്ലേ, ഇങ്ങോട്ടാണല്ലേ, നെഗറ്റീവ് കർവാണല്ലേ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരുന്നു കിട്ടുന്നത്. ഇതിന് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടാനുള്ള കാരണമാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ഇത് നമുക്ക് ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഡെൽറ്റ എൻട്രോപ്പിയുടെ കേസിലും വോളിയത്തിന്റെ കേസിലും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഡി പി ബൈ ഡി ടി നമുക്ക് പോസിറ്റീവ് കിട്ടിയത്. സോ ആ ഒ സി കർവിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, നമുക്കൊരു ഫേസ് ഡയഗ്രാം തന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ആ ഡയഗ്രാം നോക്കിയിട്ടായിരിക്കണം നമുക്ക് ആൻസർ പറയേണ്ടത്. ഓക്കെ, അല്ലാതെ നമുക്ക് മുന്നേ ഒന്നും പഠിച്ചു പോയി അങ്ങനെയൊന്നല്ല, നമ്മൾ ആ ഒരു ഡയഗ്രാം അപ്പോൾ അനലൈസ് ചെയ്തിട്ടായിരിക്കണം ആൻസർ പറയുന്നത്. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും ലോവർ ടെമ്പറേച്ചറിലെ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇപ്പൊ ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്, ഈ ടെമ്പറേച്ചറാണ് ടി പി അല്ലെ. അപ്പൊ അതിനേക്കാളും ലോവർ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ എടുക്കുക ഞാൻ. ഇപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഒരു പോയിന്റ് എടുത്തു ഞാൻ, അവിടെ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് നടക്കും, അവിടെ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്താ സംഭവിക്കുക, ഞാൻ ഇങ്ങനെ പ്രഷർ കൂട്ടിക്കൊണ്ട് പോവാ ഈ ഒരു പോയിന്റിൽ. ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും കുറവായിട്ട് ഞാൻ പ്രഷർ കൂട്ടുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നേ, ഗ്യാസ് സോളിഡ് ആയി മാറും അല്ലെ. വേപ്പർ ടു സോളിഡ് കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. വേപ്പർ ടു സോളിഡ് കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ വരച്ചത് ഇത് ഗ്രാഫ് അല്ല, ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ അനലൈസ് ചെയ്യാൻ വേണ്ടി വരച്ചതാണ്, ഇത് ഗ്രാഫിന്റെ പാർട്ട് അല്ല. ഓക്കെ, സോ ഇപ്പൊ ആ ഗ്രാഫിൽ ഇപ്പൊ നിങ്ങളത് ചിലപ്പോ ഗ്രാഫിന്റെ പാർട്ടാണെന്ന് വിചാരിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് കൊണ്ട് മാർക്ക് ചെയ്യാൻ പോകണം. അതായത് പ്രഷർ കൂടി വരുന്ന ആ ഒരു പോർഷൻസ് ജസ്റ്റ് ഇങ്ങനെ നോക്കാനാണ്. അതായത് നമ്മളൊരു ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചറിനെക്കാളും ബിലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ്, പ്രഷർ കൂട്ടി കൊടുക്കുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ ഗ്യാസ് ആണുള്ളത് അല്ലെ, വേപ്പർ ആണുള്ളത്. സോ വേപ്പറിൽ എന്തായി മാറിയത്, പിന്നെ സോൾഡിലേക്ക് മാറി. വേപ്പറിൽ നിന്ന് നേരെ സോൾഡിലേക്കാണ് പോകുന്നത്. അപ്പൊ വേപ്പർ ടു സോൾഡ് കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും ബിലോ ടെമ്പറേച്ചർ ആണ് എടുത്തത്. ഈ ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും എബോവ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് എടുക്കാം, ഈ ഒരു ടെമ്പറേച്ചർ എടുത്തു. ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ ഇവിടെയാണുള്ളത്, അതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പ്രഷർ കൂട്ടി കൊടുക്കാൻ പോവാണ്. പ്രഷർ കൂട്ടി കൊടുത്തു എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഇവിടെ എന്താ കൺവേർഷൻ നടന്നത്, ഇവിടെ ഇത്രയും നേരം വേപ്പർ ആയിരുന്നു, വേപ്പറിൽ നിന്ന് നേരെ ലിക്വിഡ് ആയിട്ട് മാറി അല്ലെ. വേപ്പർ എന്നുള്ളൊരു ഫേസ് അല്ലെ, ഇപ്പൊ 3 ഫേസ് ആയില്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ പ്രഷർ ഞാനിങ്ങനെ കൂട്ടി കൊടുത്തപ്പോ ഈ ഒരു പോർഷൻ എത്തുമ്പോ ഈ വേപ്പർ എന്തായി മാറി, പിന്നീട് ലിക്വിഡ് ആയി മാറി. വേപ്പർ ടു ലിക്വിഡ് കൺവേർഷൻ ആണ് അവിടെ നടന്നത് അല്ലെ. അപ്പൊ പ്രഷർ കൂട്ടുക എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. നമ്മളിപ്പോ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ പ്രഷർ ഇത്രയും ഉണ്ടാവുള്ളൂ, ഈ ഒരു പോയിന്റ് ആകുമ്പോഴേക്ക് പ്രഷർ ഇത്ര കൂടി, ഈ ഒരു പോയിന്റ് ആകുമ്പോഴേക്ക് പ്രഷർ ഇത്രയും കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രഷർ കൂടുക, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ പ്രഷർ കൂട്ടുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് പ്രഷർ. ഇതാണ് ട്രിപ്പിൾ പോയിന്റ് അല്ലെ. ട്രിപ്പിൾ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ നമുക്ക് ട്രിപ്പിൾ പോയിന്റിന്റെ പ്രഷർ കിട്ടും. ഓക്കെ, ട്രിപ്പിൾ പോയിന്റിന്റെ പ്രഷർ കിട്ടും, പി പി എന്ന് എഴുതാം. ഓക്കെ, പ്രഷർ ഓഫ് ട്രിപ്പിൾ പോയിന്റ് എന്ന് എഴുതാം നമുക്ക്. സോ ഈ ട്രിപ്പിൾ പോയിന്റിന്റെ പ്രഷറില് അതിനേക്കാളും താഴെയുള്ള ഒരു പ്രഷർ എടുത്തിട്ട്, ഒരു കോൺസ്റ്റന്റ് പ്രഷർ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകണം, ടെമ്പറേച്ചർ ഞാൻ കൂട്ടിക്കൊടുക്കാൻ പോകണം. അതായത് ടെമ്പറേച്ചർ കൂട്ടാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാൻ പോകണം. ട്രിപ്പിൾ പോയിന്റ് പ്രഷറിനെക്കാളും ബിലോ
പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ ഞാൻ കൂട്ടി കൊടുക്കാൻ പോവാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതാണ് ട്രിപ്പിൾ പോയിന്റ് പ്രഷർ. അതിനേക്കാളും താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് പ്രഷർ എടുത്തിട്ട് അവിടുന്ന് ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് എന്ത് കിട്ടും നമുക്ക് അത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയിട്ട് കൺവേർഷൻ നടക്കുമോ? ഇല്ല. എന്താ നടക്കുക? ഡയറക്റ്റ് സബ്ലിമേഷനാ നടക്കുക അല്ലെ. അതായത് സോളിഡിൽ നിന്ന് നേരെ വേപ്പറായി മാറുകയെ. ഇവിടെ ഇപ്പൊ സോളിഡ് ഫേസ് ആണല്ലേ, അതെന്തായി മാറും? വേപ്പർ ഫേസ് ആയി മാറും. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ഗ്യാസ് ആയി മാറുക ചെയ്യുന്നത്. അപ്പൊ ട്രിപ്പിൾ പോയിന്റ് പ്രഷറിനേക്കാളും ബിലോ പ്രഷർ എടുത്തിട്ട് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? സോളിഡിൽ നിന്ന് വേപ്പർ ആയിട്ട് മാറി സബ്ലിമേഷൻ നടക്കും. സോ നമുക്കിത് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, നമുക്കത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ട്രിപ്പിൾ പോയിന്റ് പ്രഷറിനേക്കാളും താഴെയാണെങ്കിൽ അത് എപ്പോഴും സബ്ലിമേഷനാ നടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളത് ബൈഹാർട്ട് ചെയ്തിട്ട് പോകേണ്ടതല്ല. ഓക്കെ, അപ്പൊ ഫേസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് കുറേ ഓർത്ത് വെക്കാനില്ല. ജസ്റ്റ് ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പറ്റേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഐഡിയ ആണ് കിട്ടേണ്ടത്. സോ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഹൈ പ്രഷർ കൊടുത്തിട്ട് സോളിഡിനെ, അതായത് നമ്മളിപ്പോ ഒരു കത്തി ഉപയോഗിച്ചിട്ട് സോളിഡിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു ഐസ് നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെ. അത് വാട്ടർ സിസ്റ്റം ആയതുകൊണ്ടാണ് ഐസ് എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞത്. ഇതിപ്പോ ഒരു സോളിഡ്, ഓക്കെ, വൺ കോമ്പണന്റ് സിസ്റ്റത്തിൽ വരുന്ന ഏതോ ഒരു സോളിഡ്, ആ ഒരു സോളിഡിനെ നമുക്ക് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ പ്രഷർ കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ നമ്മൾ പ്രഷർ കൂട്ടി കൂട്ടി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രഷർ നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, പ്രഷർ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുകയാണ്. സോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഈസി ആയിട്ട് ആ സോളിഡിനെ? അതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നിന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പോ ഈ ഒരു പോയിന്റിലുള്ള ഒരു സോളിഡ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ പ്രഷർ കൂട്ടി 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 കൊടുത്തു. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് അത് സോളിഡ് തന്നെയല്ലേ ആയിട്ട് മാറുന്നത്, അല്ലാണ്ട് സോളിഡിൽ നിന്ന് ലിക്വിഡ് ഒന്നും ആയി മാറുന്നില്ല അല്ലെ. സോളിഡ് തന്നെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര പ്രഷർ കൂട്ടിയാലും സോളിഡ് ആയിട്ട് തന്നെ നിൽക്കും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇതൊരു സോളിഡ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ? സെന്ററിന് ഒരു പ്രഷർ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാൻ നോക്കുകയാണ്. പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അത് ലിക്വിഡ് ആയിട്ടൊന്നും മാറൂല, അത് ഇങ്ങനെ സോളിഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതായത് രണ്ട് പീസായിട്ട് പിന്നെ മാറും. ഓക്കെ, പിന്നെ അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇപ്പൊ ഇങ്ങനെ രണ്ട് പീസായിട്ട് രണ്ട് സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത് ഒരിക്കലും എന്തെന്നില്ല, ലിക്വിഡ് ആയി മാറുന്നില്ല അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്ത്, വാട്ടർ സിസ്റ്റം ഐസിന്റെ കേസ് നമ്മൾ ഐസ് മുറിക്കുമ്പോൾ അതെന്തായി, ആ ഒരു പോർഷൻ ലിക്വിഡായി മാറിയത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഐസിനെ രണ്ടായിട്ട് ക്ലിയർ ആയിട്ട് ആ ഒരു ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോളിഡിന്റെ കേസിൽ നമ്മൾ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോവുകയുള്ളൂ. അത് ഒരിക്കലും ഈ ലിക്വിഡിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഒരിക്കലും സോളിഡ് ടു ലിക്വിഡിന് ആ ഒരു കൺവേർഷൻ അവിടെ നടക്കുന്നില്ല. എത്ര പ്രഷർ കൂട്ടിയാലും സോളിഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ സോളിഡിനെ കത്തി ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറ്റിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ടർ സിസ്റ്റത്തിന്റെ കേസിൽ ഇങ്ങനെയായിരുന്നു ഡയഗ്രം ഉണ്ടായത്. ഇതാ ഇങ്ങോട്ടായിരുന്നു ഗ്രാഫ്, ഈ OC എന്ന കർവ് ഇങ്ങോട്ടായിരുന്നു OC എന്ന കർവ്. അപ്പൊ നമ്മൾ ഈ പ്രഷർ കൂട്ടി കൊടുക്കുമ്പോൾ സോളിഡിൽ നിന്ന് അത് എന്തായി മാറുക? ഈ C കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പഴത്തേക്ക് എന്താണ്? ലിക്വിഡിന്റെ കർവായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ നടക്കുന്നതുകൊണ്ട് ഐസിന് ഒരിക്കലും നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല. കാരണം അതിന്റെ OC കർവ് ഇങ്ങനെ ഉണ്ടായേ. ഓക്കെ, ഇവിടെ അത് വേണ്ട, നമ്മുടെ OC കർവ് ഇപ്പൊ അങ്ങോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എത്ര പ്രഷർ കൊടുത്താലും സോളിഡ് ആയിട്ട് ഉണ്ടാവും. അത് ആ ലിക്വിഡിന്റെ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല. ഓക്കെ, സോ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? നമ്മളിപ്പോ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രം ആണ് പഠിച്ചത് അല്ലെ. സോ നമുക്ക് എപ്പോഴും ഈ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രം തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നുണ്ടോ? ഇപ്പോ ക്വസ്റ്റ്യനകത്ത് കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ കർവ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നാണ് ഇനി പഠിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അതായത് ഒരുപാടൊന്നും പറയാനില്ല. കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ കർവ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ ഡയഗ്രാം തന്നെ എഴുതിക്കും. കർവ് എഴുതാ, ഡയഗ്രാം തന്നെ എഴുതിക്കും. ഓക്കെ, സോ കോൺസ്റ്റന്റ് പ്രഷറിലേക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ സിംപിളി എന്താണ്? നമ്മൾ തെർമോഡൈനാമിക്സിലാണ് പഠിക്കേണ്ടത്.
കുറച്ചും കൂടി ഹൈ ലെവൽ PG ലെവൽ ആയതുകൊണ്ട് ഒരുപാടൊന്നും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന ടേമിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവും. അവിടെ എന്താ സംഭവിക്കുന്നത്? സോളിഡിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ലിക്വിഡിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ആ ഒരു വോളിയത്തിലൊക്കെയും ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. അതിൽ വോളിയം അറേഞ്ച്മെന്റ് ഒക്കെയും മാറുന്നുണ്ട്. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫേസ് ട്രാൻസിഷന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നുകിൽ എനർജി അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോ ഈ എമൗണ്ട് അബ്സോർബ് ചെയ്യോ ലിബറേറ്റ് ചെയ്യോ ചെയ്യുന്ന ഈ എനർജിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴോ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോഴോ അവിടെ നമ്മൾ അബ്സോർബ് ചെയ്യോ ലിബറേറ്റ് ചെയ്യോ ചെയ്യുന്ന എനർജിന്റെ അളവ് എമൗണ്ട്, അതാണ് എന്ത്? കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ കർവ്. ആ കർവ് വരക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. DG ഈക്വൽ ടു എന്താണ്? VdP മൈനസ് SdT ആണെന്ന് നമുക്കറിയാം അല്ലെ. VdP മൈനസ് SdT നമ്മൾ തെർമോഡൈനാമിക്സിൽ മാക്സ്വെൽ റിലേഷൻ ഒക്കെ പറയുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഫ്രീ എനർജി ചേഞ്ച് എന്നത് VdP മൈനസ് SdT ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം തെർമോഡൈനാമിക് മിക്സിംഗില് DG ഈക്വൽ ടു dµ ആണ്. ഓക്കെ, അതായത് dµയും DGയും തെർമോഡൈനാമിക് മിക്സിംഗിന്റെ കേസിൽ ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് കൂടുതൽ പോകണ്ട അതിന്. സോ നമുക്ക് എന്ത് എഴുതാൻ മനസ്സിലാക്കിയാൽ മതി. dµ ഈക്വൽ ടു VdP മൈനസ് SdT ആണ് എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതായത് തെർമോഡൈനാമിക്കലി DG ഈക്വൽ ടു VdP മൈനസ് SdT എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പൊ കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ കേസിൽ നമുക്ക് തെർമോഡൈനാമിക് മിക്സിംഗിന്റെ കേസിൽ ഈ dµ എന്ന് പറയുന്നതും ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നതും ഇത് രണ്ടും എന്താണ്? എനർജി തന്നെയാണല്ലോ. അപ്പൊ രണ്ടും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? dµ ഈക്വൽ ടു VdP മൈനസ് SdT എന്ന് എഴുതാൻ പറ്റും. DGക്ക് പകരം dµ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കോൺസ്റ്റന്റ് പ്രഷർ ആവുമ്പോ എന്താണ്? dP ഈക്വൽ ടു എന്തായി മാറും? 0 ആയി മാറും. അപ്പൊ ഈ ടേം 0 ആയി മാറും. dµ ഈക്വൽ ടു എന്തായി മാറും? ഇപ്പോ മൈനസ് SdT ആയിട്ട് മാറും അല്ലെ. dµ ഈക്വൽ ടു മൈനസ് SdT ആയി മാറും. എങ്ങനെ മാറിയേ? ഈ dP, അതായത് ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഡയഗ്രാം ആണ് നമ്മൾ വരക്കുന്നത്. അതുകൊണ്ട് എന്താണ്? dP 0 ആയി മാറും. dP 0 ആയി മാറിയത് കൊണ്ട് dµ ഈക്വൽ ടു മൈനസ് SdT എന്നൊരു ടേം മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇത്രയും നമുക്ക് ക്ലിയർ അല്ലേ? dµ ഈക്വൽ ടു മൈനസ് SdT എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. dµ ബൈ dt എന്താണ്? മൈനസ് S എന്ന് എഴുതാം. ഈ dt നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ മൈനസ് S എന്ന് എഴുതാം. അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് മ്യൂ വേഴ്സസ് T ഡയഗ്രാം വരക്കാം. മ്യൂ വേഴ്സസ് T ഡയഗ്രാം വരക്കാം. ഓക്കെ, ഇവിടെ മ്യൂ, ഇവിടെ T, കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ ഡയഗ്രാം. അപ്പൊ നമ്മൾ വരക്കുമ്പോ ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് ഒരു കർവ് ഇങ്ങനെ, ഓക്കെ, അടുത്ത കർവ് ഇങ്ങനെ, പിന്നത്തെ കർവ് ഇങ്ങനെ. ഓക്കെ, അപ്പോ ഇതില് 3 എന്താണ്? നെഗറ്റീവ് സ്ലോപ്പ് ആണ് അല്ലെ. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും അല്ലെ. ഇങ്ങനെ വരുന്നതാണ് എപ്പോഴും പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ട് വരിക. നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വരുന്നതാണ് എന്ത്? നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഈ 3 കേസിലും നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇപ്പൊ ആദ്യത്തെ കർവ് എന്ന് പറയുന്നത് A, B. ഈ പോയിന്റ് നമുക്ക് B ആയിട്ട് എടുക്കാം. അത് നല്ലത്. ഈ പോയിന്റ് B, ഇത് C, D, ഇത് E, F. ജസ്റ്റ് എന്തെങ്കിലും നെയിം കൊടുക്കാം. ജസ്റ്റ് ഓക്കെ. അപ്പൊ AB കർവ്, CD കർവ്, EF കർവ്, 3 കർവായില്ലേ? AB കർവ്, CD കർവ്, EF കർവ്. സോ ഈ ഒന്നാമത്തെ കർവ് എന്ന് പറയുന്നത് സോളിഡിന്റെ കർവാണ്. അതായത് ഇതിന്റെ താഴോട്ടുള്ളത് സോളിഡ് ആണ്. ഓക്കെ, ഈ ഒരു കണക്ട് ചെയ്യുന്ന പോയിന്റ്, ഈ 2 ലൈനും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, ആ ഒരു പോയിന്റ് ഇത് ഇപ്പുറത്തേക്കുള്ളത് സോളിഡ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? സോളിഡ് ആണ്. നെക്സ്റ്റ് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ 2 ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ അല്ലെ. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പോർഷൻസ് ലിക്വിഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ലിക്വിഡിന്റെ കർവാണ് രണ്ടാമത്തെ കർവ്. അപ്പൊ ഇതെന്തായിരിക്കും? ഗ്യാസിന്റെ കർവായിരിക്കും. ഇവിടെ ഉള്ളത് മൊത്തം എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കർവ് സോളിഡിന്റെ കർവും, ഈ ഒരു കർവ് ലിക്വിഡിന്റെ കർവും, ഈ ഒരു കർവ് ഗ്യാസിന്റെ കർവും ആണ്.
എന്തുകൊണ്ടാണ് ഈ കർവ് ഇപ്പൊ ഇത് 3 നെഗറ്റീവ് കർവ് ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ 3ന്റെ സ്ലോപ്പ് ഒരുപോലെയല്ല അല്ലെ. ഒന്ന് ചെറിയ സ്ലോപ്പാണ്, ഒന്ന് വലിയ സ്ലോപ്പാണ്, ഒന്ന് അതിനേക്കാളും വലിയ സ്ലോപ്പാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലോപ്പ് കൂടി കൂടി വന്നത്? സോളിഡിന്റെ സ്ലോപ്പ് കുറവും ലിക്വിഡിന്റെ സ്ലോപ്പ് കൂടുതലോ ഗ്യാസിന്റെ സ്ലോപ്പ് അതിനേക്കാൾ കൂടുതലാവാനുള്ള കാരണം എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ വരിക? സ്ലോപ്പ് എന്ന് പറഞ്ഞാല് സ്ലോപ്പ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ ഓഫ് വൈ. ഇവിടെ വൈ ആക്സിസ് എന്താണ്? ഡി മ്യൂ അല്ലെ. ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ആക്സിസ് എന്താണ്? ഡി ടി. അപ്പൊ ഡി മ്യൂ ബൈ ഡി ടി ആണ് എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി മ്യൂ ബൈ ഡി ടി ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. ഡി മ്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് എസ് ആണ്. എസ് എന്താണ്? എൻട്രോപ്പി ആണ് അല്ലെ. മൈനസ് എസ് പറയുമ്പോൾ നെഗറ്റീവ് കർവ് ആയിട്ട് വരും, നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് കിട്ടും മൈനസ് ഉണ്ടായതുകൊണ്ട്. അപ്പൊ എൻട്രോപ്പി കൂടുന്നതിനനുസരിച്ച് മോർ നെഗറ്റീവ് ആയിട്ടുള്ള കർവ് കിട്ടും. അതായത് നമുക്കറിയാം എൻട്രോപ്പി ഓഫ് സോളിഡ് ലെസ് ദാൻ എൻട്രോപ്പി ഓഫ് ലിക്വിഡ് ലെസ് ദാൻ എൻട്രോപ്പി ഓഫ് ഗ്യാസ് അല്ലെ. ഗ്യാസിന്റെ എൻട്രോപ്പിയാണ് വളരെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ വലിയ വാല്യൂ കിട്ടുക ഗ്യാസിന്റെ എൻട്രോപ്പിക്കാണ്. അപ്പൊ വലിയൊരു നെഗറ്റീവ് വാല്യൂ കിട്ടുക, അതായത് വലിയൊരു നെഗറ്റീവ് കർവ്, വലിയൊരു നെഗറ്റീവ് സ്ലോപ്പ് കിട്ടും ഗ്യാസിന്റെ കേസിൽ. അപ്പോ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരക്കുമ്പോ, ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ വരക്കുക ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു സോളിഡിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ എൻട്രോപ്പി വളരെ കുറവായതുകൊണ്ട് അതിന്റെ ഡി മ്യൂ ബൈ ഡി ടി, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എസ്, ചെറിയൊരു നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് സോളിഡിന്റെ നമ്മൾ ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് വരച്ചത്. ഓക്കെ, ചെറിയൊരു നെഗറ്റീവ്. പിന്നെ ലിക്വിഡിന്റെ വരുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു നെഗറ്റീവ്. ഓക്കെ, പിന്നെ ഗ്യാസിന്റെ വരുമ്പോൾ അതിനേക്കാളും വലിയൊരു നെഗറ്റീവ്. ഓക്കെ, സോ വൃത്തിയിൽ വരച്ചാൽ മതി നിങ്ങൾ. അപ്പൊ ഒരു വലിയൊരു പോർഷൻ അങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പോ സോളിഡിന്റെ ഇങ്ങനെയാണെങ്കിൽ ലിക്വിഡിന്റെ ഇങ്ങനെ വരും, ഗ്യാസിന്റെ ഇങ്ങനെ വരും. അതായത് ഇതാണ് ചെറിയ സ്ലോപ്പ് ഉള്ളത് സോളിഡിന്റെ കേസ്. ഇത് സോളിഡിന്റെ കർവ്, ഇത് ലിക്വിഡിന്റെ കർവ്, ഇത് ഗ്യാസിന്റെ കർവ്. ഓക്കെ, അപ്പൊ ഗ്യാസിന്റെ കർവ് വലിയൊരു നെഗറ്റീവ് സ്ലോപ്പ് വരാൻ കാരണം എന്താണ്? കാരണം ഗ്യാസിന്റെ എൻട്രോപ്പി കൂടുതലാണ്. അപ്പൊ ഹൈ നെഗറ്റീവ് വാല്യൂ കിട്ടും സ്ലോപ്പ്, അതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ട് കർവ് കിട്ടുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ ഡയഗ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു 2020 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്ക്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ മ്യൂട്ടി ഡയഗ്രാം ഫോർ എ പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് സബ്ലൈംസ് ഈസ്. അതാണ് ക്വസ്റ്റ്യൻ. മ്യൂട്ടി ഡയഗ്രാം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള മ്യൂട്ടി ഡയഗ്രാം? അപ്പൊ നമുക്കറിയാവുന്ന കാര്യം എന്താ? നമ്മളിപ്പോ തൊട്ട് മുന്നേ പഠിച്ചു മ്യൂട്ടി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ, മ്യൂട്ടി എന്ന് പറഞ്ഞാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ ഡയഗ്രാം അല്ലെ. മ്യൂ അതായത് കെമിക്കൽ പൊട്ടൻഷ്യൽ വേഴ്സസ് ടെമ്പറേച്ചർ ഡയഗ്രാം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ഓരോ ഇപ്പൊ സോളിഡിന്റെ ലൈൻ ആണെങ്കിലും ലിക്വിഡിന്റെ ലൈൻ ആണെങ്കിലും ഗ്യാസിന്റെ ലൈൻ ആണെങ്കിലും എങ്ങനെ വരണം? നമ്മള് നേരത്തെ പഠിച്ചതാണ് പറയുന്നത്. ഇപ്പൊ സോളിഡിന്റെ കർവ് കുറച്ച് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്, ലിക്വിഡിന്റെ അതിനേക്കാളും കുറച്ച് കൂടുതൽ, ഗ്യാസിന്റെ അതിനേക്കാളും ഇങ്ങനെ നെഗറ്റീവ് സ്ലോപ്പ് കൂടി കൂടുന്ന വിധത്തിലാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് വന്നത്. അപ്പൊ നമുക്കറിയാം എപ്പോഴും എന്താണ് ഈ മ്യൂ ടി ഡയഗ്രത്തിന്റെ ഈ ലൈൻസ് എപ്പോഴും നെഗറ്റീവ് സ്ലോപ്പേ കാണിക്കൂ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് നമുക്ക് ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും, അതായത് ഓപ്ഷൻ ബി ആൻഡ് ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് രണ്ട് തെറ്റാണ് അല്ലെ. എന്തുകൊണ്ട്? അതിൽ സോളിഡിന്റെ കർവ് പോകുന്നത് നോക്ക്. രണ്ട് ഗ്രാഫിലും സോളിഡിന്റെ കർവ് എങ്ങനെയാ പോകുന്നത്? ഇതെന്താണ്? പോസിറ്റീവ് സ്ലോപ്പാണ്. ഇങ്ങനെ വരിക. ഇങ്ങനെ വരുന്നത് എന്താണ്? നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലെ. അപ്പൊ നമുക്ക് നെഗറ്റീവ് സ്ലോപ്പാണ് കിട്ടുന്നത്. ഒരിക്കലും പോസിറ്റീവ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു കർവ് നമുക്ക് കിട്ടാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എന്താണ്? റോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ്. അപ്പൊ പെട്ടെന്ന് ഒരു ഓപ്ഷൻ എ കറക്റ്റ് ആണെന്ന് എഴുതാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ എനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എങ്ങനെയാ അതിന്റെ ഫിഗർ വന്നിരിക്കുന്നത്? ഓപ്ഷൻ എന്റെ കാര്യം പറയുന്നത്. ഓപ്ഷൻ എന്റെ ഫിഗർ വന്നിരിക്കുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് സോളിഡിന്റെ ഇതിനേക്കാളും സ്ലോപ്പ് കൂടുതൽ ലിക്വിഡിനാണ്, അതിനേക്കാൾ കൂടുതൽ ഗ്യാസിന്, അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് പ്രകാരം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആ ഒരു സ്ലോപ്പ് ഏകദേശം ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് എഴുതാൻ നോക്കും. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്ക്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മ്യൂ ടി ഡയഗ്രാം ഫോർ പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് സബ്ലൈംസ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് സബ്ലൈംസ്, സബ്ലൈംസ്. ഓക്കെ, സബ്ലൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്
സബ്ലിമേഷൻ അല്ലെ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറും? ഗ്യാസ് ആയി മാറണം. ഇവിടെ നിങ്ങൾ നോക്ക്, സോളിഡിന്റെ ലൈന് ലിക്വിഡിന്റെ ലൈനായി മാറി ലിക്വിഡിന്റെ ലൈൻ പോയിട്ടാണ് ഗ്യാസ് ആയി മാറുന്നത്. ശ്രദ്ധിക്കുക, സോളിഡിന്റെ ലൈന് ലിക്വിഡിന്റെ ലൈനിലേക്ക് പോയി ലിക്വിഡിന്റെ ലൈനാണ് ഗ്യാസ് ആയി മാറുന്നത്. ഓപ്ഷൻ എ ആവുകൊണ്ട് ഇൻകറക്റ്റ് ആണ്, തെറ്റാണ്. ഇനി ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി നിങ്ങൾ നോക്ക്, എങ്ങനെയുള്ളത് ഓപ്ഷൻ സി? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഗ്യാസ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? എല്ലാത്തിന്റെയും സ്ലോപ്പ് നോക്കുമ്പോൾ സോളിഡിന്റെ സ്ലോപ്പിനേക്കാളും വലിയ സ്ലോപ്പാണ് ലിക്വിഡിന്റേത് അല്ലെ. കുറച്ചും കൂടി ചേർന്നിട്ടുള്ളത് ലിക്വിഡിന്റെ, അതിനേക്കാളും ചേർന്നിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഗ്യാസിന്റെ. അപ്പൊ അതൊക്കെയും കറക്റ്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദാറ്റ് സബ്ലൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സബ്ലിമേഷൻ നടക്കണം, അതായത് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് പി ലൈൻ എങ്ങോട്ടാ പോന്നെ? ഗ്യാസിന്റെ കർവിലേക്കാ പോകുന്നത് അല്ലെ. ഗ്യാസിന്റെ കർവിലേക്കാ പോകുന്നത്, ലിക്വിഡിലേക്കല്ല ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സബ്ലൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ലിമേഷൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ട ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അത് എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 ഓപ്ഷൻസ് നമുക്ക് ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി കട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? 2 എണ്ണത്തിലും പോസിറ്റീവ് കർവാ വരുന്നത്. ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ ഡിയിലും പോസിറ്റീവ് കർവാ വരുന്നത്. നമുക്കത് നോക്കുകയോ വേണ്ട. പിന്നെ ഓപ്ഷൻ എ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ശരിയാണെന്ന് വിചാരിക്കും. കാരണം സോളിഡിന്റെ കർവ് അതിനേക്കാളും നെഗറ്റീവാണ് ലിക്വിഡിന്റെ കർവ്, അതിനേക്കാളും നെഗറ്റീവാണ് ഗ്യാസിന്റെ കർവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഓപ്ഷൻ എ ആണോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ദാറ്റ് സബ്ലൈംസ് എന്ന ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് ആണ് ആവേണ്ടത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ലിക്വിഡിന്റെ കർവിലേക്കാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്ലോപ്പ് ഒക്കെ കറക്റ്റ് ആണ്. സോളിഡിന്റെനേക്കാൾ കൂടുതലാണ് ലിക്വിഡിന്റെതിന്, അതിനേക്കാൾ കൂടുതലാണ് ഗ്യാസിന്റെതൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്യാസിന്റെ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ സബ്ലിമേഷൻ നടക്കുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് മ്യൂട്ടി കർവ് ഫോർ സബ്ലിമേഷൻ. സബ്ലിമേഷന്റെ മ്യൂട്ടി കർവ് മാത്രമായിട്ട് ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് മ്യൂട്ടി കർവ് ഫോർ സബ്ലിമേഷൻ, സബ്ലിമേഷന്റെ കേസിന് മാത്രം ഉള്ള മ്യൂട്ടി കർവ് എന്ന് പറയുന്നത് മ്യൂട്ടി കർവ്. സബ്ലിമേഷന്റെ കേസ് എന്ന് പറയുമ്പോൾ സോളിഡിന്റെ നമുക്കറിയാം ചെറിയൊരു നെഗറ്റീവ്. സബ്ലിമേഷൻ ആയതുകൊണ്ട് സോളിഡിന്റെ ലൈൻ എവിടെ പോയി ടച്ച് ചെയ്യണം? ഗ്യാസിന്റെ ലൈനിൽ പോയി ടച്ച് ചെയ്യണം. അപ്പൊ സോ നെക്സ്റ്റ് ഗ്യാസിന്റെ കുറച്ചും കൂടി നല്ല ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കർവ് വരും. ഇതാണ് ഗ്യാസിന്റെ കർവ്. ഓക്കെ, അപ്പൊ സോളിഡിൽ ഡയറക്റ്റ് പോയി ഗ്യാസിൽ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ലിക്വിഡിന്റെ ആവശ്യമില്ല, കാരണം ഇതെന്താണ്? സബ്ലിമേഷൻ കർവാണ്. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസിലേക്ക് പോകുന്ന കർവ്. ഓക്കെ, അപ്പൊ സോളിഡിന്റെ കർവിൽ ചെറിയൊരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, ഗ്യാസിന്റെ കർവ് വലിയൊരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അതെന്ത് ചെയ്യും? സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസിലേക്ക് ടച്ച് ചെയ്യും. ഒരിക്കൽ അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യില്ല, ലിക്വിഡിന്റെ ഒരു കർവ് വരുന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ചതുപോലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞാൽ 3 കർവ് വരുന്നില്ലേ? അങ്ങനെ ഒരു കർവ് വരില്ല. ഇതാണ് സബ്ലിമേഷൻ കർവ് എന്ന് പറയുന്നത്. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് നെക്സ്റ്റ് ടച്ച് ചെയ്യുന്നത് ഗ്യാസിലേക്കായിരിക്കും. ഓക്കെ, മ്യൂട്ടി കർവ് ഫോർ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് phase diagram is showing that the change in volume is negligible during phase transition. phase transitionന്റെ സമയത്ത് നമ്മുടെ വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ ആണ് എന്ന് കാണിക്കുന്ന ഡയഗ്രാം ഏതാണ്? ഇപ്പൊ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഏത് ഡയഗ്രത്തിലാണ് വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. പ്രഷർ ടെമ്പറേച്ചർ കർവാണ് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള കർവ്, വേറൊരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള പ്രഷർ ടെമ്പറേച്ചർ കർവ്, വേറൊരു കർവ് പ്രഷർ ടെമ്പറേച്ചറില് നേരെ വരുന്നൊരു കർവ്, നെക്സ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കർവ്. ഓക്കെ, അപ്പൊ ഈ 4 കർവ് തന്നിട്ട് ഇതിൽ ഏതിനാണ് വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാവുന്ന കേസാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒറ്റൊരു കാര്യമുള്ളൂ, എന്താണ്? സ്ലോപ്പ് നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് ആണ്. ഓക്കെ, പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് ആണ്. അപ്പോ അതിൽ വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ ആണ് എന്നാണ് ചോദ്യം. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? dp/dt ആണ് നമുക്കറിയാം അല്ലെ.
അപ്പൊ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എം എന്ന് നമ്മൾ പഠിച്ചു. ക്ലാപെറോൺ ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, അപ്പൊ ക്ലാപെറോൺ ഇക്വേഷനിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇപ്പൊ ഇവിടെ എന്താണുള്ളത്, ഡെൽറ്റ വി എം ഈക്വൽ ടു 0 ആണ്. അതായത് നെഗ്ലിജിബിൾ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ ആണ്. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്മോൾ എമൗണ്ട് ആണെന്നാണല്ലോ അർത്ഥം. അതായത് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അപ്പൊ ഡെൽറ്റ വി എം 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി എന്തായിരിക്കും? ഡി പി ബൈ ഡി ടി ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ 0. അതായത് ഡിനോമിനേറ്ററിൽ 0 വരും. ഡിനോമിനേറ്ററിൽ 0 വരും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന്റെ ആൻസർ ഇൻഫിനിറ്റി ആണ് എന്നാണ് അർത്ഥം അല്ലെ. ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതായത് സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. സ്ലോപ്പ് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. സ്ലോപ്പ് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഗ്രാഫ് ഇതിൽ ഏതാണ്? ഇതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ് അല്ലെ. ഇങ്ങനെ വരുന്ന സ്ലോപ്പ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. ഇങ്ങനെ വരുന്ന സ്ലോപ്പ് പോസിറ്റീവ് ആണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ പോകുന്ന കർവോ നേരെ, അതാണ് ഇൻഫിനിറ്റി കർവ്. സ്ലോപ്പ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന കർവ് ഏതാണ്? ഇതാ. ഇത് ഞാൻ വരക്കുമ്പോ വളഞ്ഞു പോയതാണ്. നേരെയാണ് ഉള്ളത്. അതായത് നമ്മുടെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഉള്ളത്. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഇന്ന് വൈ ആക്സിസിന്റെ അതേപോലെ വരുന്ന കർവാണ് കേട്ടോ. അപ്പൊ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ്. ഇത് ഓപ്ഷൻ സി ആണ്. ഈ ഒരു ഗ്രാഫാണ് വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ സ്ലോപ്പ് നോക്കിയിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ഏത് ഗ്രാഫിലാണ് വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ സ്ലോപ്പ് കാണാൻ നമുക്ക് ക്ലാപെറോൺ ഇക്വേഷൻ അറിയാം. ക്ലാപെറോൺ ഇക്വേഷനിൽ വോളിയം ചേഞ്ച് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡി പി ബൈ ഡി ടി ഇൻഫിനിറ്റ് ആണെന്ന് കിട്ടി. ഇൻഫിനിറ്റ് ഡയഗ്രാം ഇതാണ്. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എന്താണ്? ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. ഓക്കെ, ഇത് 0, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റി വരുന്നത് ഇതായതുകൊണ്ടാണ് ഇത് നമ്മൾ പറഞ്ഞത് വോളിയം ചേഞ്ച് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കർവ് ഇതാണ്. ഈ ഗ്രാഫ് ഇതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ഏകദേശം വൺ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി വൺ കോമ്പണന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു കുഞ്ഞു കാര്യമേ പറയാനുള്ളൂ. സൾഫറിന്റെ വൺ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം. ഓക്കെ, അതും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വൺ കോമ്പണന്റ് സിസ്റ്റം എന്ന ആ ഒരു പോർഷൻ നിർത്തിയിട്ട് 2 കോമ്പണന്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൺ കോമ്പണന്റ് സിസ്റ്റം സൾഫർ സിസ്റ്റം ആണ്. ഓൾറെഡി നമ്മൾ വാട്ടർ സിസ്റ്റം പഠിച്ചു, അതർ ദാൻ വാട്ടർ സിസ്റ്റം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് സൾഫർ സിസ്റ്റം. എന്തുകൊണ്ടാണ് നമ്മൾ സൾഫർ സിസ്റ്റം വേറെ തന്നെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൾഫർ ഒരു പോളിമോർഫിസം കാണിക്കുന്ന ഒരു സോളിഡ് ആണ് അല്ലെ. നമുക്കറിയാം എന്താണ് പോളിമോർഫിസം എന്ന് പറഞ്ഞാല് ഒരു സോളിഡ് മോർ ദാൻ വൺ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പോളിമോർഫിസം കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതായത് മോർ ദാൻ വൺ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോ സൾഫറിന്റെ കേസ് റോംബിക് സൾഫർ ഉണ്ട്, മോണോക്ലിനിക് സൾഫർ ഉണ്ട് അല്ലെ. രണ്ടിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെന്റ് ആണ്. രണ്ടും വേറെ വേറെ ആണ്. രണ്ട് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അല്ലെ. സോ അതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയാം. അതായത് സൾഫറിന്റെ തന്നെ സോളിഡ് 2 തരത്തിലുണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പോ ഈ പോളിമോർഫിസത്തിന് നമുക്ക് മെയിൻ ആയിട്ട് 2 തരത്തിൽ പോളിമോർഫിസം ഉണ്ട് എന്ന് പറയാം. അതായത് മോണോട്രോഫി പിന്നെ ഇനാൻഷ്യോട്രോഫി. ഓക്കെ, മോണോട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സോളിഡിൽ നിന്ന് വേറൊരു സോളിഡിലേക്ക് കൺവേർട്ട് ചെയ്തു, പിന്നെ അതിനെ തിരിച്ച് നമ്മുടെ മറ്റേ സോളിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് വൺ ഡയറക്ഷനിൽ മാത്രം കൺവേർഷൻ. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഒരു സോളിഡ്, ഇത് വേറൊരു സോളിഡ് എസ് ഡാഷ്, ഇതിന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തിരിച്ച് ഈ ഒരു സോളിഡ് ആയിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് നമ്മൾ മോണോട്രോപ്പി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഇനാൻഷ്യോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന്റെ എക്സാമ്പിൾ ആണ് ഇത് സൾഫർ. ഇനാൻഷ്യോട്രോപ്പിക്ക് എക്സാമ്പിൾ ആണ് സൾഫർ എന്ന് പറയുന്നത്. അതായത് സൾഫർ ഇപ്പൊ റോംബിക് സൾഫർ എന്തായി മാറും? മോണോക്ലിനിക് സൾഫർ ആയിട്ട് മാറും. പിന്നെ മോണോക്ലിനിക് സൾഫർ നമുക്ക് റോംബിക് സൾഫർ ആക്കി മാറ്റാം. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്കിത് മാറി കിട്ടും. ലോ ടെമ്പറേച്ചറിൽ എപ്പോഴും റോംബിക് സൾഫറും ഹൈ ടെമ്പറേച്ചറിൽ എപ്പോഴും മോണോക്ലിനിക് സൾഫറും ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ എന്താണ് സൾഫർ പോളിമോർഫിസം കാണിക്കും. അതായത് മോർ ദാൻ വൺ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഇനാൻഷ്യോട്രോപ്പി ആണ്. അതായത് റോംബിക്കിൽ നിന്ന് മോണോക്ലിനിക്കിലേക്കും ഇത് ഇന്റർ കൺവേർഷൻ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. ഓക്കെ, അതിൽ തന്നെ ഒരു കാര്യം, റോംബിക് സൾഫർ എപ്പോഴും ലോ ടെമ്പറേച്ചറിലും മോണോക്ലിനിക് സൾഫർ ഹൈ ടെമ്പറേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി എന്താ പഠിക്കാനുള്ളത്? ഇതിന്റെ ഫേസ് ഡയഗ്രം ആണ് പഠിക്കാനുള്ളത്. സോ സൾഫർ സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോ ഇത്രയും പോർഷൻസ് എടുത്ത് വരക്കാം. ഓക്കെ, സോ നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ ഇങ്ങോട്ട് ഒരു ലൈൻ. ഈ ഡയഗ്രാം ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ,
സ്ട്രൈറ്റ് ലൈൻ ആണ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എ ബി സി ഡി, ഈ പോയിന്റ് ഇ, ഈ പോയിന്റ് എഫ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതാണ് സൾഫറിന്റെ പ്രഷർ ടെമ്പറേച്ചർ കർവ് എന്ന് പറയുന്നത്. എന്താണ്, ഇത്ര കർവ് ഉണ്ട്. എ ബി എന്നൊരു കർവ്, ബി സി എന്നൊരു കർവ്, സി ഡി എന്നൊരു കർവ്, പിന്നെ ബി ഇ എന്നൊരു കർവ്, സി ഇ എന്നൊരു കർവ്, ഇ എഫ് എന്നൊരു കർവ്. അല്ലെ, ഇത്രയും കർവ് ഉണ്ട് ഇതിനകത്ത്. ഇതൊരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രത്തിലേക്ക് നമ്മൾ പോയല്ലേ. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക, ഇവിടെ ഈ വളവില്ലാതെ ഇവിടെ സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ സൾഫറിന് മെയിൻ ആയിട്ട് 4 ഫേസസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ പറഞ്ഞു റോംബിക് സൾഫർ SR, അടുത്തത് പറഞ്ഞു മോണോക്ലിനിക് സൾഫർ SM. ഓക്കെ, കുറച്ച് അങ്ങോട്ടായിട്ട് എഴുതാം. SM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോണോക്ലിനിക് സൾഫർ ആണ് SM എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് ലിക്വിഡ് സൾഫർ ആണ്, ലിക്വിഡ് സൾഫർ. ഓക്കെ, സോ ഫസ്റ്റ് ഫേസിലെ റോംബിക് സൾഫർ, സെക്കൻഡ് ഫേസിലെ മോണോക്ലിനിക് സൾഫർ, തേർഡ് ഫേസിലെ ലിക്വിഡ് സൾഫർ ആണ് വരുന്നത്. ഈ ഫേസിൽ വരുന്നത് വേപ്പർ, സൾഫറിന്റെ വേപ്പർ ആണ് വരുന്നത്. ഓക്കെ, സൾഫറിന്റെ വേപ്പർ ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ സൾഫറിന്റെ 4 ഫേസസ് ഉണ്ട്. 4 ഫേസസ് ഉണ്ട്. ഒരു ഫേസ് ഇതാണ്, ഈ ഒരു ഏരിയ വരുന്നത് റോംബിക് സൾഫർ ആണ്. ഈ ഒരു കുഞ്ഞ് ഏരിയ വരുന്നത് മോണോക്ലിനിക് സൾഫർ, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് മോണോക്ലിനിക് സൾഫർ എന്ന് വരുന്നത്. ഈ ഒരു ഏരിയ വരുന്നതാണ് ലിക്വിഡ് സൾഫർ. ഈ വലിയൊരു ഏരിയയിൽ വരുന്നതാണ് സൾഫറിന്റെ വേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കാതെ നിങ്ങൾ കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു ഫിഗർ എന്ത് ചെയ്യാ, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നല്ല ഇമേജ് കിട്ടും, സൾഫർ സിസ്റ്റം അടിച്ചെടുത്താൽ മതി. ഓക്കെ, സോ നമുക്കിപ്പോ മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. സൾഫറിന് എന്തുണ്ട്, 4 ഫേസസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായിരുന്നു നമുക്ക്. അപ്പൊ സൾഫറിന്റെ 4 ഫേസസിൽ നമുക്ക് ഓരോ ഫേസസിനെ ആദ്യം എടുത്തു നോക്കാം. ടോട്ടല് സൾഫറിന്റെ കേസസ് 4 ഫേസസ് ഉണ്ട്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണ്, ഈ ഒരു ഫേസ് ഡയഗ്രാം ഓരോന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഈ സൾഫറിന്റെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഫേസ്, ഈ ഒരു ഏരിയ ഏതാണ്, ABE എന്ന് പറയുന്ന ആ ഒരു ഏരിയ, അല്ലെങ്കിൽ ABF എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏരിയ, റോംബിക് സൾഫറിന്റെ ആ ഒരു ഏരിയ. ഓക്കെ, റോംബിക് സൾഫറിന്റെ ആ ഒരു ഏരിയ നമുക്ക് നോക്കാം. അതായത് ABEF, ഇതിന്റെ ഇപ്പുറത്തേക്കുള്ള ഏരിയ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ എന്താ ഉള്ളത്, റോംബിക് സൾഫർ ഉള്ളത്. അപ്പൊ ഏരിയ ABEFല് റോംബിക് സൾഫർ ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ക്ലിയർ അല്ലേ? ഇവിടെ റോംബിക് സൾഫർ ആണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര കോമ്പണന്റ് ഉണ്ട്, 1 കോമ്പണന്റ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. എത്ര കോമ്പണന്റ് ആണ് അല്ലെ, 1 കോമ്പണന്റ് സൾഫർ. എത്ര ഫേസ് ഉണ്ട്, ഫേസസ് ഇത്രയുണ്ട്. ഫേസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ സോളിഡിന്റെ കേസിൽ ഈ ഒരു സോളിഡ് ഈ റോംബോഹൈഡ്രൽ സൾഫർ, റോംബിക് സൾഫർ മാത്രമേ ഉള്ളൂ. ഓക്കെ, റോംബിക് സൾഫർ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഏരിയക്കകത്ത് റോംബിക് സൾഫർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ ഫേസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F എന്ന് പറയുന്നത് എന്താണ്, C-P+2 ആണ് ഇക്വേഷൻ അല്ലെ. അപ്പൊ C1 ആണ്, P1 ആണ്, +2 = F = 2. അപ്പോ ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഈ ഒരു ഏരിയക്കകത്തുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഇതിനെ നമുക്ക് ഇതിനകത്തുള്ള റോംബിക് സൾഫറിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 വേരിയൻസും ആവശ്യമുണ്ട്. അതായത് 2 വേരിയബിൾസ്, ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടുന്ന് ഒരു ടെമ്പറേച്ചർ, ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര പ്രഷറിലുള്ള ഒരു പോയിന്റ്, അതെന്ന് പറയുന്നത് എന്താണ്, റോംബിക് സൾഫർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, കാരണം അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 2 വേരിയബിൾ ആവശ്യമുണ്ട്. ടെമ്പറേച്ചറും പ്രഷറും 2 പറയണം. ഇത്ര ടെമ്പറേച്ചർ പ്രഷർ, ഇത്ര ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, ഇത്ര ATM പ്രഷർ എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് F = 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഏത് ഏരിയ എടുത്തു കൊടുത്താലും Fന്റെ വാല്യൂ 2 തന്നെ കിട്ടും. നമുക്ക് ഈ സൾഫർ വേപ്പർ എടുത്തു നോക്കിയാലോ, വെറുതെ ഇതന്നെ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ ABCD അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ സൾഫർ വേപ്പർ ആണ് അവിടെ ഉള്ളത്. സൾഫർ വേപ്പറിന്റെ കേസിൽ കോമ്പണന്റ് എത്രയാണ്, 1 ആണ് അല്ലെ. 1 കോമ്പണന്റ് സിസ്റ്റം ആണ്. ഫേസ് എത്രയുള്ളത്, ഇപ്പോ ഫേസ് എന്ന് പറയുന്നത് സൾഫർ വേപ്പർ ആയിട്ടുള്ള ഒരു ഫേസേ ഉള്ളൂ. അപ്പൊ F എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ കിട്ടും, 2 ആണ് എന്ന് കിട്ടും.
അപ്പൊ ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും F2 ആണ് കിട്ടുക. ഇപ്പൊ സൾഫർ സിസ്റ്റത്തിന്റെ കേസിൽ ഇപ്പോ എത്ര ഏരിയ ഉണ്ട്? ഇതൊരു ഏരിയ, റോംബിക് സൾഫറിന്റെ ഒരു ഏരിയ. ഈ കുഞ്ഞിന്റെ ഉള്ളിലുള്ള സാധനം ഇതാണ് മോണോക്ലിനിക് സൾഫർ എന്ന് പറയുന്നത്, അതൊരു ഏരിയ. ഈ ലിക്വിഡ് സൾഫറിന്റെ ഒരു ഏരിയ, വേപ്പർ സൾഫറിന്റെ ഒരു ഏരിയ. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിനകത്ത് 4 ഏരിയ ഉണ്ട് അല്ലെ. അതിനകത്ത് ഓരോ ഏരിയയിലും എഫിന്റെ വാല്യൂ 2 ആണെന്ന് മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് ഓരോ കർവും നോക്കാം അല്ലെ. കർവ് ഇപ്പൊ എല്ലാ കർവിന്റെ ഒരു പ്രത്യേകത എന്താ ഇതിനകത്ത് കാണാൻ പറ്റിയേ? എല്ലാത്തിന്റെ സ്ലോപ്പ് പോസിറ്റീവ് അല്ലേ? എല്ലാം പോസിറ്റീവ് ആണ് അല്ലെ. എല്ലാം അങ്ങോട്ടുള്ള കർവ്, അതാ എല്ലാ കർവും പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ഒന്നും ഇങ്ങനെ പോകുന്ന കർവ് ഇല്ല, എല്ലാം അങ്ങോട്ട് പോകുന്ന കർവ് ഇല്ല അല്ലെ. അപ്പൊ എല്ലാം പോസിറ്റീവ് സ്ലോപ്പ് കാണിക്കുന്ന കർവാണ്. അപ്പൊ ആദ്യത്തെ കർവ് AB എന്ന് പറയുന്ന കർവ്, AB എന്ന കർവ്. ഓക്കെ, കർവ് AB ഞാൻ എഴുതുന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവാ, അല്ലെങ്കിൽ മനസ്സിലാക്കി പോയി ചെയ്യണം. കാരണം ഞാൻ വായിച്ചുകൊണ്ടിരിക്കും, ആ ഒരു ചെറിയ സ്പേസിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ AB എന്ന കർവ് നോക്ക്. റോംബിക് സൾഫർ എന്തായി മാറും? ഇപ്പുറത്ത് എന്താ ഉള്ളത്? വേപ്പർ ആ ഉള്ളത്. അപ്പൊ റോംബിക് സൾഫർ വേപ്പർ ആവും, വേപ്പർ റോംബിക് സൾഫർ ആവും. ഇങ്ങനെ ഒരു ഇന്റർചേഞ്ച് ആയിട്ട് നടക്കുന്നത് AB എന്നൊരു കർവില് അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെയുള്ളത്? റോംബിക് സൾഫറും അത് വേപ്പറായി മാറും. ആ കർവിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഒരു സോളിഡ് ഒരു വേപ്പറായി മാറുന്ന കർവിനെ നമുക്ക് എന്ത് വിളിക്കാം? സോളിഡ് വേപ്പറായി മാറുന്ന കർവിനെ നമുക്ക് സബ്ലിമേഷൻ കർവ് എന്ന് വിളിക്കാം അല്ലെ. അപ്പോ AB കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ലിമേഷൻ കർവ് ഓഫ് റോംബിക് സൾഫർ. റോംബിക് സൾഫറിന്റെ സബ്ലിമേഷൻ കർവാണ് ഈ AB എന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്തായി മാറുന്നുണ്ട്? റോംബിക് സൾഫർ എന്തായി മാറുന്നുണ്ട്? സൾഫർ വേപ്പർ ആയിട്ടാണ് മാറുന്നത് അല്ലെ. സൾഫറിന്റെ വേപ്പർ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഒരു സോളിഡ് ഒരു വേപ്പർ സ്റ്റേജിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്ലിമേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ കോമ്പണന്റ് 1 ആണെന്ന് അറിയാം അല്ലെ. 1 കോമ്പണന്റ് സിസ്റ്റം ആണ്, സൾഫർ മാത്രമാണ് കോമ്പണന്റ്. ഫേസോ ഇവിടെ 2 ഫേസ് ഉണ്ട് അല്ലെ, ഒരു സോളിഡും ഒരു വേപ്പറും. ഈ 2 ഫേസ് ഉണ്ട്. ഈ ഒരു കർവിനകത്ത് 2 ഫേസ് വരുന്നുണ്ട് കോണ്ടാക്ട്. അപ്പൊ ഫേസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ F = C - P + 2 എന്ന് വിളിക്കാം. അതായത് 1 - 2 + 2 = 1. അതായത് കർവിനകത്തുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഈ ഒരു കർവിലുള്ള ഒരു പോയിന്റ്, ഇപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയാം, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെൻഷൻ ചെയ്താൽ തന്നെ നമുക്ക് ആ കർവിനകത്തുള്ള ആ പോയിന്റ് കിട്ടും. രണ്ടും പറയണ്ട, ഇത്ര പ്രഷർ ഇത്ര ടെമ്പറേച്ചർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത്ര ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ കർവിനകത്തുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ AB കർവ് മനസ്സിലായില്ലേ? ഇതാണ് AB കർവ്. അതെന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ ആണ്. അതായത് സോളിഡിൽ നിന്ന് വേപ്പറായി മാറുന്നു. തൊട്ടടുത്തത് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത കർവ് എന്ന് പറഞ്ഞാൽ ഏത് കർവാണ് നമുക്ക് നോക്കണ്ടേ? ഇതാ ഈ കർവ് നോക്കാം. BE കർവ് നോക്കാം. BE കർവ്. ഓക്കെ, BE കർവ് നോക്ക്. BE കർവ് നോക്ക്. എന്താ ഇവിടെ ഉള്ളത്? ബിയുടെ ഇപ്പുറത്തുള്ളത് എന്താണ്? റോംബിക് സൾഫർ ആണ് അല്ലെ. റോംബിക് സൾഫർ എന്തായിട്ടാ മാറുന്നേ? മോണോക്ലിനിക് സൾഫർ ആയിട്ട് മാറും. അപ്പൊ റോംബിക് സൾഫർ മോണോക്ലിനിക് സൾഫർ ആയിട്ട് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ ആയിട്ട് നടക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ്? ട്രാൻസിഷൻ കർവ് ആണ്. ട്രാൻസിഷൻ കർവ് എന്ന് നമുക്ക് വിളിക്കാം. ട്രാൻസിഷൻ കർവ്. എന്താ ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞാല്? അതായത് ഒരു സോളിഡ് വേറൊരു സോളിഡ് ആയിട്ട് മാറിയെന്ന് അല്ലെ. അതായത് റോംബിക് സൾഫർ മോണോക്ലിനിക് സൾഫർ ആ ഒരു ഇന്റർചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത് BE എന്ന ആ ഒരു കർവിനകത്ത്. ഓക്കെ, ട്രാൻസിഷൻ കർവ് നമുക്ക് വിളിക്കാം. അതിന്റെ C വാല്യൂ 1 തന്നെയാണ് അല്ലെ. ഒരു കോമ്പണന്റ് ആണ്. ഫേസ് 2 ഫേസ് അല്ലേ, ഒന്ന് സോളിഡ് റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും. അപ്പൊ ചെയ്താൽ F വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ ഏരിയ നേരത്തെ നോക്കിയില്ലേ? ഓരോ ഏരിയ 4 ഏരിയ നോക്കിയപ്പോ F വാല്യൂ 2 ആ കിട്ടിയത്. പക്ഷെ ഓരോ കർവിന്റെയും F വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഏരിയന്റെ F വാല്യൂ 2ഉം കർവിന്റെ F വാല്യൂ 1ഉം ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കില്ല. എല്ലാ കർവിനും F വാല്യൂ 1 ആയിരിക്കും ട്ടാ. ഇനി നമുക്ക് ഓരോ കർവായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, ഇനി അടുത്ത കർവ് എന്താ? നമ്മളിപ്പോ ഈ 2 കർവാ പറഞ്ഞേ, ആരോ മാർക്ക് ഇട്ടിട്ട് കാണുന്നില്ലേ? ഇനി ഈ ഒരു കർവ് നോക്ക്, BC കർവ്. BC കർവ് എന്താണ്? BC ഇത് മോണോക്ലിനിക്കിന്റെ ഏരിയ ആണ് അല്ലെ. മോണോക്ലിനിക്കിന്റെ ഏരിയയും വേപ്പറും. അപ്പൊ എന്തായിരിക്കും അത്? മോണോക്ലിനിക്കിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ആണ്, സോളിഡ് സൾഫർ ആണ്. അത് വേപ്പറായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ലിമേഷൻ കർവ് ഓഫ് മോണോക്ലിനിക് സൾഫർ ആണ്. ഈ BC എന്ന് പറഞ്ഞാല് സബ്ലിമേഷൻ കർവ് ഓഫ് മോണോക്ലിനിക് സൾഫർ ആണ് വരിക അല്ലെ. സബ്ലിമേഷൻ കർവാണ് BC കർവ്. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
sublimation curve of monoclinic sulfur. Okay അല്ലേ? ഇനി നെക്സ്റ്റ് കർവ് ബി സി കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? കർവ് സി ഡി നോക്ക്. സി ഡി കർവ് സി ഡി എന്താണ്? ലിക്വിഡ് സൾഫർ വേപ്പറായി മാറുന്നു. ലിക്വിഡ് വേപ്പർ ആകുമ്പോൾ നമ്മൾ ഇത് വിളിക്കും വേപ്പറൈസേഷൻ കർവ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇതെന്താണ്? വേപ്പറൈസേഷൻ കർവാണ്. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് എന്താണ് അവിടെ ഉള്ള ചേഞ്ച് എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ലിക്വിഡ് ആണ്, ഈ കർവിന്റെ ഇപ്പുറത്തുള്ളത് ലിക്വിഡും ഈ കർവിന്റെ ഇപ്പുറത്തുള്ളത് വേപ്പറും ആണ്. അപ്പൊ ലിക്വിഡിൽ നിന്ന് വേപ്പറും വേപ്പറിൽ നിന്ന് ലിക്വിഡും ആയിട്ടാണ് ഇപ്പൊ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലിക്വിഡ് വേപ്പർ ആവുന്ന ആ ഒരു കർവിനെ നമുക്ക് എന്ത് വിളിക്കാം? വേപ്പറൈസേഷൻ കർവ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് പേരിടുന്നത്. നമ്മള് ഇപ്പൊ ഇവിടെ സോളിഡ് സൾഫറും ഇവിടെ വേപ്പറും ഉള്ളത്. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ ആകുമ്പോൾ നമ്മൾ അതിനെ സബ്ലിമേഷൻ എന്ന് വിളിക്കും. അപ്പൊ സബ്ലിമേഷൻ കർവ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി കർവ് ബാക്കിയുള്ളത് ഇവിടെ മോണോക്ലിനിക്കും കർവ് സിഇ. കർവ് സിഇ എന്താണ്? മോണോക്ലിനിക് സൾഫറും ലിക്വിഡ് സൾഫറുമായി മാറുന്നു. അതായത് സോളിഡ് ലിക്വിഡ് ആയി മാറുന്നു. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ എന്താണിത്? ഫ്യൂഷൻ കർവ് അല്ലെ. അപ്പൊ ഫ്യൂഷൻ കർവ് ഓഫ് മോണോക്ലിനിക് സൾഫർ ആണ് കർവ് സിഇ എന്ന് പറയുന്നത്. ഇനി കർവ് ഇഎഫ്. ഇഎഫ് നോക്ക്, ഈ ചെറിയൊരു കർവ് ഉണ്ടല്ലേ, ഇവിടെ ഇന്റർചേഞ്ച്. ഇപ്പുറത്തെ ആരാണല്ലേ? സോളിഡ് റോംബിക് സൾഫർ ആണല്ലേ. ഇപ്പുറത്തോ ലിക്വിഡ്. അപ്പോ കർവ് ഇഎഫ് നോക്ക്. കർവ് ഇഎഫിൽ എസ് ആർ എന്തായി മാറാണ്? ലിക്വിഡ് ആയിട്ട് മാറാണ്. സോളിഡ് ടു ലിക്വിഡ് ഏത് കർവായിരിക്കും? ഫ്യൂഷൻ കർവ് ഓഫ് റോംബിക് സൾഫർ. എസ് ആറിന്റെ ഫ്യൂഷൻ കർവാണ് ഇത് വരിക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താ നടക്കുക? സോളിഡ് ലിക്വിഡ് ആയി മാറും. ഏത് സോളിഡ്? റോംബിക് സോളിഡ്. ഈ ഒരു പോർഷനിൽ മോണോക്ലിനിക് ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഓരോ കർവിനകത്തും ഏത് എക്സ്ചേഞ്ചാണ് നടക്കുന്നത്, കർവിന്റെ പേരെന്താന്നൊക്കെ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ട്രിപ്പിൾ പോയിന്റ് ആണ്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ് എത്ര ട്രിപ്പിൾ പോയിന്റ് ഉണ്ട്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. 3 വരയും കൂടി ചേരുന്ന ആ ഒരു സ്ഥലം, അതിനാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. 3 ഫേസസ് കൂടി ചേരുന്ന സ്ഥലം. അപ്പൊ 3 കൂടി ചേരുന്ന ഒരു സ്ഥലം ഇതാണ്. ഇപ്പഴത്തെ സോൾഡും ഇപ്പഴത്തെ വേപ്പറും ഇപ്പഴത്തെ മോണോക്ലിനിക് സൾഫറും കൂടി ചേരുന്ന ഒരു പോയിന്റ് ട്രിപ്പിൾ പോയിന്റ് ബി. അപ്പൊ എത്ര ട്രിപ്പിൾ പോയിന്റ് ഉണ്ട് നോക്കി. ഇങ്ങനെ ഈ ഒരു ഇതില് ട്രിപ്പിൾ പോയിന്റ് ബി ഉണ്ട്, സി ഇല്ലേ, പോയിന്റ് സി ഉണ്ട്, പിന്നെ ഏതുള്ളത്? ഇ ഉണ്ട്, ബി സി ഇ. ഈ 3 പോയിന്റ്സ് എന്താണ്? ട്രിപ്പിൾ പോയിന്റ്സ് ആണ്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ്സ് ആണ്. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോമ്പണന്റ് 1 ആണ് അല്ലെ. സൾഫർ എന്ന ഒരു കോമ്പണന്റേ ഉള്ളൂ. ഫേസ് പക്ഷെ എത്ര ഫേസ് ഉണ്ട്? ഈ ഒരു പോയിന്റിൽ ഈ ഒരു 3 ഫേസ് ഉണ്ട് അല്ലെ. ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും, ഈ 3 ഏരിയ വരുന്നത് കൊണ്ട് 3 ഫേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുമ്പോ 1 - 3 + 2 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതായത് ആ പോയിന്റിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് എന്ന്. അപ്പൊ അതൊരു ഇൻവാരിയന്റ് പോയിന്റ് ആണ്. ഇൻവാരിയന്റ് എന്നാ പറയാ. അപ്പൊ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻവാരിയന്റ് ആണ്. ഓക്കെ, അപ്പൊ 3 ഫേസും കൂടി ചേരുന്ന ആ ഒരു പോയിന്റ് ഇൻവാരിയന്റ് ആണ്. എഫിന്റെ വാല്യൂ 0 ആയിട്ടാണ് അവിടെ വരിക. ഓക്കെ, സോ ട്രിപ്പിൾ പോയിന്റ് കഴിഞ്ഞു. 3 ട്രിപ്പിൾ പോയിന്റ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ചെറിയൊരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിനകത്ത് ഞാൻ ഇന്ന് ഇത് വരച്ച് ക്ലീൻ ചെയ്തോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഏരിയയെ കുറിച്ചിട്ടാണ്. ഇപ്പൊ മോണോക്ലിനിക്കിന്റെ ആ ഒരു ഏരിയ ഇല്ലേ, ആ ഒരു ഏരിയയെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഈ ഒരു ലൈന് നമ്മളിപ്പോ ഈ ഒരു എ ബി കർവ് കാണുന്നില്ലേ, ഈ ഒരു എ ബി കർവ് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എ ബി കർവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ സി ഡി കർവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഈ സി ഡി കർവ് ഇങ്ങനെ വരുന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതുപോലെ ഇ എഫിന്റെ കർവ് ഇല്ലേ, അത് എക്സ്റ്റെൻഡ് ചെയ്യാണ്. 3 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താല് ഓൾമോസ്റ്റ് എവിടെ പോയിന്റ് വരുന്നത്? ഇവിടെയാണ് പോയിന്റ് വരുന്നത് അല്ലെ. നമുക്ക് കുറച്ച് വലിയ ഡാർക്കായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ എ ബി കർവും ഈ സി ഡി കർവ് ഇങ്ങനെയും അല്ലെങ്കിൽ ഇ എഫ് കർവും ഇങ്ങനെയും വന്നിട്ട് ജോയിൻ ചെയ്ത ഒരു വലിയൊരു ട്രിപ്പിൾ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ആ ഒരു പോയിന്റ് കൊണ്ട് എന്താണ് മീനിങ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോ ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ പോയിന്റ്. എന്താണ് മെറ്റാസ്റ്റേബിൾ പോയിന്റ്? ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പറയാനുള്ളത്. അതായത് ഇപ്പൊ നമ്മള് ഈ എ ബി എന്നൊരു കർവ് അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിൽ ജി എന്ന് കൊടുക്കാം കേട്ടോ.
ബി ജി എന്നൊരു കർവ് കിട്ടിയത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പൊ എ ബി എന്നൊരു കർവ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ബി ജി എന്ന് ഒരു കർവ് നമുക്ക് കിട്ടിയത്. അപ്പൊ എ ബി എന്നൊരു കർവ് എന്ന് പറഞ്ഞാല് തെർമോഡൈനാമിക്കലി ഫീസിബിൾ ആണ്. എ ബി എന്ന് പറഞ്ഞാല് തെർമോഡൈനാമിക്കലി ഫീസിബിൾ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തെർമോഡൈനാമിക്കലി ഫീസിബിൾ ആണ്. നെക്സ്റ്റ് ബി ജി എന്ന് പറഞ്ഞാല് അത് കൈനറ്റിക്കലി ഫീസിബിൾ ആണ്. കൈനറ്റിക്കലി ഫീസിബിൾ. അതിപ്പോ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക അതെന്താ തെർമോഡൈനാമിക് ഫീസിബിൾ എന്ന് പറഞ്ഞാല്? ഇപ്പൊ പൊതുവെ നമ്മള് ഒരു വാട്ടർ എടുത്തിട്ട്, നമ്മൾ സാധാരണ ഒരു വാട്ടർ എടുത്തിട്ട് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ കുറച്ചു, അതായത് ഫ്രിഡ്ജിൽ വെക്കുകയോ എന്തോ ചെയ്തു. നമ്മൾ സ്ലോ ആയിട്ടാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് അത് ഐസായി മാറുമോ? ഇല്ല, അത് സ്ലോ ആയിട്ട് അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഒരു സ്ലോ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് -1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്ക് അതൊരു ഐസായിട്ട് മാറും. ഒരു സ്ലോ പ്രോസസ് ആണ് അല്ലെ? അതാണ് തെർമോഡൈനാമിക്കലി ഫീസിബിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സ്ലോ ആയിട്ടൊരു ചേഞ്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതൊരു ഫേസിൽ ഒരു മാറ്റം സംഭവിക്കും. അതാണ് തെർമോഡൈനാമിക്കലി ഫീസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതെപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സ്ലോ ആയിട്ടൊരു കാര്യം നടക്കുമ്പോൾ അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോ സ്ലോ ആയിട്ട് ടെമ്പറേച്ചർ കുറച്ചപ്പോ ഐസ് -1 ഡിഗ്രിയിൽ 0 ഡിഗ്രി ആകുമ്പോഴേക്കും -1 ഡിഗ്രി ആകുമ്പോഴേക്കും അതൊരു ഐസായി മാറി വാട്ടർ. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ഇതേ വാട്ടറിനെ ഭയങ്കരമായിട്ട് തണുപ്പ് പെട്ടെന്ന് സഡൻ ആയിട്ട്, അതായത് ഒറ്റ സഡൻ ആയിട്ട് ഹൈലി എന്തായാലും ഫ്രീസ് ചെയ്തു പെട്ടെന്ന്. അപ്പൊ ഹൈലി ടെമ്പറേച്ചർ നല്ലോണം കുറച്ചിട്ട് സഡൻ ആയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി മാറും? ആ വാട്ടർ അത് -1 ഡിഗ്രി ആയാലും -2 ഡിഗ്രി ആയാലും അത് വാട്ടർ ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അതെന്ന് വെച്ചാൽ തെർമോഡൈനാമിക്കലി ഫീസിബിൾ അല്ല, അത് ശരിക്കും കൈനറ്റിക്കലി ഫീസിബിൾ ആണ്. അതായത് നമ്മളിങ്ങനെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തത് കൊണ്ട് ആ ഐസ് 0 ഡിഗ്രി ആയാലും -1 ഡിഗ്രി ആയാലും അത് പെട്ടെന്ന് വാട്ടർ ആയിട്ട് തന്നെ ഉണ്ടാവും. അതിന്റെ തണുപ്പ് -1 ഡിഗ്രി ഉണ്ടാവും, പക്ഷെ അത് എന്താവില്ല, ഐസ് ആവില്ല. അതെന്നുവെച്ചാൽ കൈനറ്റിക്കലി ഫീസിബിൾ ആണ്. അതായത് അവിടെ എന്തായാലും മൂവ്മെന്റ് നടക്കും. സോളിഡ് ആണെങ്കിൽ അവിടെ മൂവ്മെന്റ് നടക്കൂല, ലിക്വിഡ് ആകുമ്പോൾ അവിടെ മൂവ്മെന്റ് നടക്കും. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതേപോലെയാണ് ഇവിടുത്തെ കേസ്. നമുക്കറിയാം ഇപ്പൊ ഈ എ ബി എന്നൊരു പോർഷനിൽ ആരാ ഉള്ളത്? നമ്മുടെ റോംബിക് സൾഫർ ഉണ്ട്, സോളിഡ് ആയിട്ടുള്ള റോംബിക് സൾഫർ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മള് അതെന്താ ചെയ്യാൻ പോകുന്നത്? അതൊരു നമ്മളിങ്ങനെ തെർമോഡൈനാമിക്കലി വലിയ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഫേസ് മാറി വേറെ, ഇപ്പൊ വേപ്പർ ആകുന്നത് വേപ്പറായി, മോണോക്ലിനിക് ആവുന്നത് മോണോക്ലിനിക് ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് എന്തായി മാറി? മോണോക്ലിനിക് ആയിട്ട് മാറും. പക്ഷെ നമ്മൾ സഡൻ ആയിട്ട് പെട്ടെന്ന് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ടാണ് നമുക്ക് കിട്ടുക. അതായത് ഈ ഒരു ഏരിയയിൽ പിന്നെ എന്തുണ്ടാവും? റോംബിക് സൾഫർ ആയിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ സഡൻ ആയിട്ട് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് ഈ പോർഷനിൽ എന്തുണ്ടാവില്ല? മോണോക്ലിനിക് സൾഫർ ഉണ്ടാവില്ല, അതെന്താവും? റോംബിക് സൾഫർ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ സഡൻ ആയിട്ട് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താല് ഈ ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും അത് റോംബിക് സൾഫർ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സഡൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ചിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ചേഞ്ച് കൊടുക്കുമ്പോൾ അത് റോംബിക് സൾഫർ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതെന്ന് വെച്ചാൽ തെർമോഡൈനാമിക്കലി അത് സംഭവിക്കില്ല, അത് സ്റ്റേബിൾ അല്ല. പക്ഷെ കൈനറ്റിക്കലി പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മാറ്റം അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ മെറ്റാസ്റ്റേബിൾ പോയിന്റ് എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മെറ്റാസ്റ്റേബിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു മാറ്റം, അതാണ്. അതായത് കൈനറ്റിക്കലി ഫീസിബിൾ ആയിരിക്കും, പക്ഷെ തെർമോഡൈനാമിക്കലി അത് എന്താവില്ല, ഫീസിബിൾ ആവില്ല. ഓക്കെ, മെറ്റാസ്റ്റേബിൾ പോയിന്റിനെ കുറിച്ച് നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ. ആ ഒരു കർവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന കർവ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മെറ്റാസ്റ്റേബിൾ പോയിന്റ് ആണ് എന്നുള്ള ഒരു അത്രേ കാര്യങ്ങൾ ഇപ്പം സൾഫർ സിസ്റ്റത്തിന്റെ കേസ് നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ആകെ കൂടി 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രേ ചെയ്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ സൾഫർ സിസ്റ്റത്തിന്റെ ഗ്രാഫൊക്കെ ഇങ്ങനെ വരച്ച് പഠിച്ചു, ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി, പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് തിയറി പെട്ടെന്നൊന്നും തീർത്തിട്ട് ഒരു വീഡിയോക്കകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഫേസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, ഓരോ വർഷവും ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഒരു വീഡിയോക്കകത്ത് കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ.